ഹായ് ഓൾ, ഐപ്ലസിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ MCQ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നവംബറിലാണ് പരീക്ഷ നടക്കുന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. അപ്പൊ അവസാനവട്ട റിവിഷൻ എന്നുള്ള നിലയിലാണ് ഐപ്ലസ് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറെ ഈ ഒരു MCQ ഡിസ്കഷൻ ക്രമീകരിക്കുന്നത്. ഇന്ന് ആദ്യ 2 മൊഡ്യൂളുകളുടെ MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQകളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ആൻസറുകൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. ചാറ്റ് ബോക്സിലൂടെയാണ് ഉത്തരങ്ങൾ പറയേണ്ടത്. മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവസാനം ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു MCQ ഡിസ്കഷനിലേക്ക് കടക്കാം. സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു. സോ എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് കരുതുന്നു. ഓക്കെ, സോ ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1ഉം 2ഉമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്. പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേഗം തന്നെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ഇൻ CGS സിസ്റ്റം? അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് സിസ്റ്റം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം CGS സിസ്റ്റം ഉണ്ട് അല്ലെ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്ന നിലയിൽ CGS സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ അതിൽ വർക്ക് ഡൺ മായി ബന്ധപ്പെട്ട് അതിന്റെ യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണെന്നുള്ള ചോദ്യം. ഉത്തരം അതായത് ഓപ്ഷനിലേക്ക് വരുമ്പം ഡൈൻ ഉണ്ട്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി എർഗ് ഉണ്ട്, ഓപ്ഷൻ ഡി ഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ യദുകൃഷ്ണനും വിഷ്ണു ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. എർഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എർഗ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്താണ്, CGS സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഡൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, CGS സിസ്റ്റത്തിൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അതായത് CGS സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. CGS സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ്, നമ്മൾ SI യൂണിറ്റിൽ നമ്മൾ ന്യൂട്ടൺ പറയുന്ന പോലെ എന്താണ്, SI അല്ലെങ്കിൽ CGS സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എർഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CGS സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എർഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ എർഗ്, അതായത് ഈ ഒരു സിസ്റ്റത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ഇൻ ഡൈൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു മീറ്ററിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് പൊതുവെ നമ്മൾ അത്തരത്തിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ അത്തരത്തിൽ വർക്ക് ഡൺ എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. എന്നാൽ ഇവിടെ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിൽ ഡൈൻ ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇൻ സെന്റിമീറ്റർ ആണ് അല്ലെ. CGS സിസ്റ്റം ആകുമ്പോൾ ദാറ്റ് ഈസ് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1 ജൂൾ ഓഫ് എനർജി അല്ലെ, എനർജിയുടെ യൂണിറ്റ് ആണ് നമുക്കറിയാം ജൂൾ എന്ന് പറയുന്നത് അല്ലെ, SI യൂണിറ്റ്. അപ്പം ജൂൾ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണ് അല്ലെ. 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു 1 എർഗ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ 1 ഡൈൻ അല്ലെ, ന്യൂട്ടണിന് പകരം ഇവിടെ ഡൈൻ ആയി, ഇൻറ്റു 1 സെന്റിമീറ്റർ അല്ലെ, മീറ്ററിന് പകരം സെന്റിമീറ്റർ ആയി. അപ്പൊ 1 ഡൈൻ ഇൻറ്റു 1 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 10⁵5 ഡൈൻ ആണ്. അതായത് 1 ന്യൂട്ടൺ വരെ നമുക്ക് എങ്ങനെയാണ്? 10⁵5 ഡൈൻ ഇൻറ്റു മീറ്ററിനെ, സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിനെ എങ്ങനെ 10 അല്ലെ 100 അല്ലെ. അപ്പോൾ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10⁻² സെന്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ 1 ജൂൾ ഓഫ് എനർജി എന്ന് പറഞ്ഞത് ടോട്ടൽ 10⁵5 ഇൻറ്റു 10⁻² എന്ന് പറയുമ്പോൾ 10⁻7 എർഗ്. അപ്പൊ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? 10⁻7 എർഗ് ആണ്. അപ്പൊ ഇവിടെ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് CGS സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഡൈൻ ആണ്. 2 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് എത്ര എർഗ് ആണെന്നുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 10⁻7 എർഗ് ആണ്. ഓക്കെ, അപ്പോ ഈ CGS സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? എർഗ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അതും സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് ദ ബേസ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആസ് പെർ സിസ്റ്റം ഇന്റർനാഷണൽ. അപ്പൊ SI യൂണിറ്റ് ഓഫ്
ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പൊ എന്താ ഉത്തരം വരിക? അപ്പൊ എല്ലാവരും നോക്കി. ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് ഡിഗ്രി സെന്റിഗ്രേഡ്, ഓപ്ഷൻ ബി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി കെൽവിൻ, ഓപ്ഷൻ ഡി ജൂൾ. ഓക്കെ, അപ്പോ യദു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ യദു പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, അജ്മൽ സി പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു, പ്രവീൺ എല്ലാവരും സി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ അത് തന്നെയാണ്. ദാറ്റ് ഈസ് കെൽവിൻ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക അല്ലെ. സോ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ. സാധാരണ നമ്മൾ വിചാരിക്കും ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് നമ്മൾ പോകും അല്ലെ, പക്ഷെ അല്ല. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കെൽവിൻ ആണ്. കെൽവിൻ ആണ്, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കെൽവിൻ ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് mm. 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് mm ആണെന്നുള്ള ചോദ്യം. മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് mm. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 0.001 mm, ഓപ്ഷൻ ബി 0.01 mm, ഓപ്ഷൻ സി 0.000 mm, ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് 0.1 mm. യെസ്, എല്ലാവരും ഓക്കെ ഓപ്ഷൻ എ പറയുന്നുണ്ട് അല്ലെ. പ്രവീൺ, അജ്മൽ, വിഷ്ണു ഒക്കെ ഓപ്ഷൻ എ പറയുന്നുണ്ട്. റൈറ്റ് ആൻസറും എ തന്നെയാണ്. ദാറ്റ് ഈസ് 0.001 mm ആണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, 7 ബേസ് യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും ലെങ്ത്. ഓക്കെ, അത് മീറ്ററിൽ പറയുന്ന യൂണിറ്റ് മീറ്റർ ആണ്. സോ സിമ്പിൾ എം നമുക്കറിയാം. മാസ് അല്ലെ, കിലോഗ്രാമിൽ പറയുന്നു, kg എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ടൈം എന്ന് പറയുന്ന സെക്കൻഡ്സിലാണ് പറയുന്നുണ്ടാവുക, എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു കെൽവിൻ അല്ലെ, കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ മോൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, MOL വെച്ച് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നു. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കാൻഡിലയാണ്, CD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. അതായത് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ നോക്കുക ദാറ്റ് ഈസ് ലീനിയർ ഡിസ്റ്റൻസ് ഒക്കെയാണ്. അതായത് ഡിസ്റ്റൻസിന്റെ ഒക്കെയാണ് യൂണിറ്റ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ MM പറയാറുണ്ട്, സെന്റിമീറ്ററിൽ പറയാറുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീറ്ററിലാണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മ വേണം. അപ്പൊ മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1000 mm ആണ്. ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. മില്ലിമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1000 മൈക്രോൺസ് ആണ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു പോയിന്റ്, ഇതാണ് നമ്മളിപ്പോ ചോദ്യം വന്നല്ലേ, ഇത്തരത്തിൽ 0.001 mm. 0.001 mm എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ മെഷർമെന്റ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്? സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റീൽ റൂൾ. മിക്ക എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട്. സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് ഓപ്ഷൻ എ spring steel, option B stainless steel, option C both A and B, option D HSS high speed steel. Okay, അപ്പൊ യദു, പ്രവീൺ, അർജുൻ ഓക്കെ അവരൊക്കെ ഓപ്ഷൻ സി ആണ് പറയുന്നത് അല്ലെ, ബോത്ത് A and B. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ശരൺ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ബോത്ത് A and B ആണ്. അതായത് സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും എന്ത് നിർമ്മിക്കാറുണ്ട്? സ്റ്റീൽ റൂൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും നിർമ്മിക്കാറുണ്ട്, സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടും നിർമ്മിക്കാറുണ്ട്. സോ ഓപ്ഷൻ നമ്മുടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒന്ന് ഇത്തരത്തിൽ എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ദാറ്റ് ഈസ് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സംശയമൊന്നും വേണ്ട. രണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ലെങ്തുകൾ നമുക്കറിയാം, ദാറ്റ് ഈസ് 150 mm അല്ലെങ്കിൽ 300 mm അല്ലെങ്കിൽ 600 mm ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, 150 15 സെന്റിമീറ്റർ അല്ലെ, അരയടി, ഒരടി അല്ലെങ്കിൽ 2 അടിയുടെ ഒക്കെ സ്കെയിലുകൾ നമുക്ക് മീൻസ് സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആണ്. മിക്കപ്പോഴും ചോദിച്ചു വരുന്ന മറ്റൊരു ചോദ്യമാണ് റീഡിംഗ് ആക്യുറസി എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട്. അപ്പൊ ലീഡിംഗ് ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ച് എന്നുള്ള ഓർത്തിരിക്കാം. 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ച്. മറ്റൊരു പോയിന്റ് മിക്കപ്പോഴും ചോദിച്ചു കാണാറുള്ളത് ദാറ്റ് ഈസ് അവിടെ എന്ത് ഇറർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്? പാരലാക്സ് ഇറർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായിട്ട് നമുക്ക് നേരെ വെച്ച് നോക്കിയില്ല, വെർട്ടിക്കലായിട്ട് റീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പാരലാക്സ് ഇറർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 പോയിന്റുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റീലിൽ നിന്നും ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാവാറുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, സർഫസ് പ്ലേറ്റ്സ് ആർ
generally made of stress relieved dash. Sorry. Surface plates are generally made of stress relieved dash. Option A കൊടുത്തിരിക്കുന്നത് spring steel ആണ്. Option B pig iron, option C cast iron, option D nickel steel. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. പ്രവീൺ, അജ്മൽ, അർജുൻ, രാഹുൽ, ഷാറൺ എല്ലാവരും ഉത്തരം പറഞ്ഞ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക. സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, എന്നാൽ മറ്റൊരു ചോദ്യം വരികയാണ്. ക്രൂഡ് ഇംപ്യുവർ ഫോം ഓഫ് അയൺ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു എന്നിരിക്കട്ടെ. ക്രൂഡ് ഇംപ്യുവർ ഫോം ഓഫ് അയൺ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്രൂഡ് ഇംപ്യുവർ ഫോം ഓഫ് അയൺ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷനകത്ത് ഇത്ര ആയിരിക്കും വരുന്നുണ്ടാവുക. ക്രൂഡ് ഇംപ്യുവർ ഫോം ഓഫ് അയൺ. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പിഗ് അയൺ ആണ്. ഓപ്ഷൻ ബി പിഗ് അയൺ ആണെന്നുള്ളത് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി പിഗ് അയൺ. പിഗ് അയണുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്ന ഇത്തരത്തിൽ ക്രൂഡ് ഇംപ്യുവർ ഫോം, അതായത് നമ്മൾ ഈ കാസ്റ്റ് അയൺ, റോട്ടൈൻ ഒക്കെ നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പിഗ് അയണിൽ നിന്നാണെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ സർഫസ് പ്ലേറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം വന്നത്. നമുക്കറിയാം എല്ലായ്പ്പോഴും ഡാറ്റമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റം സർഫസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് വർക്ക്ഷോപ്പുകളിലൊക്കെ ഒരു ഡേറ്റം സർഫസ് ആയിട്ട് മെഷർമെന്റ് എടുക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഡേറ്റം സർഫസ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്തരത്തിൽ സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെ, ഇത്തരത്തിൽ സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ക്വാളിറ്റിയിലുള്ള കാസ്റ്റ് അയൺ കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ്. അപ്പൊ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് ആർ കവേർഡ് ഇൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ. IS കോഡ് പലപ്പോഴും മിക്കപ്പോഴും ഇപ്പം എക്സാംസിന് ചോദിക്കാറുണ്ട്. IS കോഡ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ IS കോഡ് ഏതിന്റെയാണ്? കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിന്റെ IS കോഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ IS 2285 2023 തന്നെയാണ്. IS 2285 ആണ് റൈറ്റ് ആൻസർ. IS 20, യെസ്, എല്ലാവർക്കും കറക്റ്റ് ആണ്. IS 2285 2003 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്തു പറയുന്നുണ്ട്. കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് ഓഫ് 2000 × 1000 ഗ്രേഡ് 1 IS 2285 അല്ലെ, 2285 എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ 2285 എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിന്റെ IS കോഡാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വന്നിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ദാറ്റ് ഈസ് 1 മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ്? 1 മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 10, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 12. സ്റ്റാൻഡേർഡ്, അതായത് ലീനിയർ മെഷർമെന്റുമായി ബന്ധപ്പെട്ടാണ്. ലീനിയർ മെഷർമെന്റ് സ്റ്റാൻഡേർഡ് നമുക്കറിയാം. ഇത്തരത്തിൽ എന്താണ് MM പറയാറുണ്ട്, സെന്റിമീറ്റർ പറയാറുണ്ട്, ഇഞ്ചസ് പറയാറുണ്ട്, ഫർലോങ് പറയാറുണ്ട്, മൈൽസ് പറയാറുണ്ട് അല്ലെ. അങ്ങനെ നിരവധി സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കിയേ 1 മൈൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലെ, പ്രവീൺ ആണ് ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത്. സോ റൈറ്റ് ആൻസർ തന്നെയാണ്. 1 മൈൽ എന്ന് പറയുന്നത് 8 ഫർലോങ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മൈൽ എന്ന് പറയുന്നത് 8 ഫർലോങ് ആണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂസ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഒന്ന് മെസ്സേജ് ചെയ്തേ. 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 1 ഇഞ്ച്, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 2.54, 25.4 അല്ല, 2.54 ആണ്. 2.54 ആണ് കേട്ടോ. 2.54 സെന്റിമീറ്റർ ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ പറയുന്ന 25.54 ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. സോ അത് എത്ര MM ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ അത് ഓക്കെ, 2.54 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കറിയാം 12 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം. 12 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു ഫൂട്ടാണ്. 12 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു ഫൂട്ടാണ്. ഒരടി നമ്മൾ പറയാറ് ഒരു ഫൂട്ട്. അതായത് ഒരു ഫൂട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 30 സെന്റിമീറ്റർ ആണ്. ഏകദേശം 30 സെന്റിമീറ്റർ ആണ്. 30 സംതിങ് കൊണ്ട് 30 സെന്റിമീറ്റർ അല്ലെ. അതായത് 30 സെന്റിമീറ്ററിന്റെ ഒരു സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അടിയുടെ സ്കെയിലാണ്, അല്ലെങ്കിൽ സ്റ്റീൽ റൂൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ 3 ഫീറ്റുകൾ ചേരുമ്പോൾ 3 അടി ചേരുമ്പോൾ എന്താ ഉണ്ടാവുക? 3 അടി ചേരുമ്പോൾ എന്ത് യൂണിറ്റാ? ഒരു ഡാഷ് ആണ് ആകുന്നുണ്ടാവുക. ഒരു എന്തായിരിക്കും ഉണ്ടാവുക? എത്ര? ആ ഒരു യൂണിറ്റ് എന്താ പറയാ? 3 അടി കൂടുമ്പോ
3 feet എന്ത് യൂണിറ്റിലേക്ക് മാറും? യാർഡ്. യെസ്, റൈറ്റ് ആൻസർ ആണ് അല്ലെ. അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ പ്രവീൺ, യദു കറക്റ്റ് ആണ്. യാർഡിലേക്ക് മാറും. അതായത് 3 അടി എന്ന് പറയുന്നത് ഒരു യാർഡാണ്. 3 അടി എന്ന് പറയുന്നത് ഒരു യാർഡാണ്. അപ്പൊ അതൊക്കെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കി, ഇത്തരത്തിൽ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. 1 ഫുട്ട്, ഒരു അടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അങ്ങനെ 3 അടി അല്ലെങ്കിൽ 3 ഫീറ്റ് ചേരുന്നത് ഒരു യാർഡാണ്. അങ്ങനെ 220 യാർഡ്സ്, 220 യാർഡുകൾ ചേരുന്നതാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത് അല്ലെ. 220 യാർഡ് ചേരുന്ന ഒരു ഫർലോങ് ആണ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ അതുപോലെ തന്നെ നോക്കി, 8 ഫർലോങ് ചേരുന്നതാണ് ഒരു മൈൽ എന്ന് പറയുന്നത്. 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരൺ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫൈൻ, ക്ലിയർ ആണ്. അപ്പൊ അത്തരത്തിൽ നോക്കി, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു യാർഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു യാർഡ് എന്ന് പറയുന്നത് എത്ര ഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലെങ്തുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഷോർട്ട് സ്റ്റീൽ റൂൾ. അപ്പൊ ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ചാണ്. ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. അതായത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാം, എനിക്ക് തോന്നുന്നു ഫിറ്റർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ അല്ലെ, ചെറിയ ചെറിയ സ്മോൾ റൂളുകളുടെ ഒരു സെറ്റ്. എത്ര സെറ്റ് എന്നുള്ളതാണ് ചോദ്യം, എത്ര എണ്ണം എന്നുള്ളതാണ് ചോദ്യം. ടുഗദർ വിത്ത് ഒരു ഹോൾഡറിനോടൊപ്പം എന്താണ് ചെറിയ 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 കുറെ അധികം ചെറിയ റൂളുകൾ ഉണ്ടാവും. അത് എത്ര റൂളുകൾ ഉണ്ട്? സോ ഓപ്ഷൻ സി തന്നെയാണ്, 5 റൂളുകളാണ് ഉണ്ടാവുക അല്ലെ. അതിൽ 5 റൂൾ. ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് 5 സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. അപ്പൊ ഇവിടെ നോക്കി, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒന്നാമത്തെ ഒരു ഷോർട്ട് റൂള്, 2, 3, 4, 5 അങ്ങനെ 5 റൂളുകളാണ്. പ്ലസ് ഒരു ഹോൾഡർ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് 5 റൂളുകളും അതുപോലെ തന്നെ ഒരു ഹോൾഡറും കൂടി ചേർന്നാണ് ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതത്തിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്രൂവുകള്, റിസസ്, ഷോൾഡറുകള്, അങ്ങനെയൊക്കെയുള്ള എന്താണ് സ്പേസ് ലിമിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് റൂൾ എന്ന് പറയുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കണം. ചോദ്യം വന്നിട്ടുള്ളത് ഷോർട്ട് റൂളിനകത്ത് എത്ര സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ 5 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിൽ ലൈൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, എൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻഡ് സ്റ്റാൻഡേർഡ് നമ്മൾ മിക്കപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്താണ് നമ്മുടെ സ്ലിപ്പ് ഗേജസ്. സ്ലിപ്പ് ഗേജസ് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഒരു എൻഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കേ, നമ്മളുടെ എൻഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിനൊക്കെ ഏകദേശം 20-22 ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എക്സാമിനും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണ് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളൊക്കെ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും നമുക്ക് ഈ ഒരു എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ വരുമ്പോ എൻഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ശ്രദ്ധിക്കുക, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് പ്രൊവൈഡ് ഹൈ ആക്യുറസി കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. അത് എൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ ആക്യുറസി പ്രൊവൈഡ് ചെയ്യുന്നു കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. അത് കറക്റ്റ് ആണോ? ഒന്ന് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? ഒന്ന് കറക്റ്റ് ആണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? പ്രൊവൈഡ് ഹൈ ആക്യുറസി കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ടൈം കൺസ്യൂമിങ് ടു യൂസ് ഓവർ ലൈൻ സ്റ്റാൻഡേർഡ് അല്ലെ. ഇത്തരത്തിൽ ടൈം കൺസ്യൂമിങ് കൂടുതലാണ് കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. യെസ് ഓർ നോ? ഇത് യെസ് ആണോ അതോ നോ ആണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യെസ് ആണോ? യെസ്, കറക്റ്റ് തന്നെയാണ് അല്ലെ. ഇത്തരത്തിൽ ടൈം കൺസംഷൻ കൂടുതലാണ്. കാര്യം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വരാനൊക്കെ ഇത്തരത്തിൽ 2 സ്ലിപ്പ് ഗേജുകളൊക്കെ നമ്മൾ എടുത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ എന്താണ് റിംഗിങ് എന്ന് പറയാറുണ്ടല്ലോ. റിംഗിങ് പറയാറുണ്ട്, റിംഗിങ്. സോ റിംഗിങ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ,
ഇത്തരത്തിൽ നമ്മൾ ആ രണ്ട് സ്ലിപ്പ് ഗേജുകൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ അതാണ് ആ ഒരു പ്രോസസ് ഇപ്പൊ ക്രോസിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ റൈറ്റ് ക്ലോക്ക് വൈസ് കറക്കിയെടുത്ത് നമ്മൾ നേരെ വെക്കുന്നുണ്ടാവും അല്ലെ, അതിന് ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിംഗിങ്. സോ അതൊക്കെ കുറച്ച് ടൈം കൺസംഷൻ അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ലൈൻ സ്റ്റാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ടൈം കൺസംഷൻ കൂടുതലാണ്. ഓക്കെ ഫൈൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ യൂസ്ഡ് ഫോർ ഓൺലി വൺ ഡയമെൻഷൻ അറ്റ് എ ടൈം. നമുക്ക് വൺ ഡയമെൻഷനിൽ മാത്രമേ എൻഡ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതും എന്ത് തന്നെയാണ്? സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ദേ ആർ സബ്ജക്റ്റഡ് ടു പാരലാക്സ് ഇഫക്റ്റ്. പാരലാക്സ് ഇഫക്റ്റ് ഇവിടെ അതായത് എൻഡ് സ്റ്റാൻഡേർഡിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ അതെന്താണ്? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പാരലാക്സ് ഇഫക്റ്റ് നമ്മൾ എവിടെയാ കണ്ടേ? നമ്മളത് ലൈൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട അതായത് സ്റ്റീൽ റൂളിൽ നമ്മൾ അങ്ങനെ ഒരു ഇഫക്റ്റ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇറർ കണ്ടിരുന്നു. എന്നാൽ ആ ഒരു ഇറർ നമുക്ക് അപ്പാടെ മാറ്റാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള എൻഡ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇറർ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉത്തരമായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ അത് നമ്മളുടെ എൻഡ് സ്റ്റാൻഡേർഡ് ലൈൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് ഇത്തരത്തിൽ ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. സോ ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ലൈൻ സ്റ്റാൻഡേർഡ് ഡു നോട്ട് പ്രൊവൈഡ് ഹൈ ആക്യുറസി. നമുക്ക് നേരത്തെ കണ്ടു അല്ലെ, ഇത്തരത്തിൽ ഹൈ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.5 mm. ദാറ്റ് ഈസ് നമ്മളുടെ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് എന്താണ് 0.5 mm ആണ്. സോ എന്നാൽ എൻഡ് സ്റ്റാൻഡേർഡ് മോർ സ്യൂട്ടഡ് ടു ആക്യുറസി റിക്വയർമെന്റ് ഓഫ് ഹൈ ഓർഡർ. ഇത്തരത്തിൽ കുറച്ചുകൂടെ ആക്യുറസി ഉള്ളിടത്ത് അല്ലെങ്കിൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടിടത്തൊക്കെ നമ്മൾ ഇത്തരത്തിൽ എൻഡ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്താ, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ദേ ആർ ക്വിക്ക് ആൻഡ് ഈസി ടു യൂസ് ഓവർ എ വൈഡ് റേഞ്ച്. അല്ലെ, വളരെ വൈഡ് റേഞ്ചിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ എൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ടൈം കൺസ്യൂമിംഗ് ഇൻ യൂസ് ആൻഡ് പ്രൊവൈഡ് ഓൺലി വൺ ഡയമെൻഷൻ അറ്റ് എ ടൈം. ഇത്തരത്തിൽ ഒരു ഡയമെൻഷൻസ് മാത്രമേ അവിടെ അറ്റ് എ ടൈം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റീൽ റൂളിനകത്ത് നമുക്ക് എന്താണ് ഡിഫറെന്റ് ഡയമെൻഷൻസ് നമുക്ക് mm അല്ലെങ്കിൽ കറസ്പോണ്ട് സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് ഡയമെൻഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. എന്നാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഓൺലി വൺ ഡയമെൻഷൻസ്, ഒന്നെങ്കിൽ ലീനിയർ ആയിരിക്കും അല്ലെങ്കിൽ ആംഗുലർ ആയിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദേ ആർ നോട്ട് സബ്ജക്റ്റഡ് ടു വെയർ ഓൾസോ സിഗ്നിഫിക്കന്റ് വെയർ ഓൺ ലീഡിങ് ആൻഡ് ലീഡ്സ് ടു അണ്ടർ സൈസിങ്. ഇത്തരത്തിൽ ഇവിടെ എന്താണ് അത്ര വെയർ ആൻഡ് ടയർ നമുക്ക് അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരില്ല. എന്നാൽ ഇത്തരത്തിൽ എൻഡ് സ്റ്റാൻഡേർഡിനകത്ത് എന്താണ് നമുക്ക് അവിടെ എന്താണ് കോൺടാക്റ്റുകൾ കൂടുതൽ വരുന്നുണ്ട്. ഫ്രിക്ഷൻ കാരണം അവിടെ സബ്ജക്ട് ടു വെയർ ആൻഡ് ടയർ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പാരലാക്സ് ഇഫക്റ്റ് എവിടെ ഉണ്ടാകും? ലൈൻ സ്റ്റാൻഡേർഡിൽ ഉണ്ടാകും. പാരലാക്സ് ഇഫക്റ്റ് എവിടെ ഉണ്ടാവില്ല? പാരലാക്സ് ഇഫക്റ്റ് എൻഡ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് ലൈൻ സ്റ്റാൻഡേർഡ്, എന്താണ് എൻഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു പോയിന്റ് ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ലെങ്ത് ഓഫ് ദ ഫയൽ ഈസ് സ്പെസിഫൈഡ് ബൈ ഓപ്ഷൻ എ ടിപ്പ് ടു ടാങ്ക്, ഓപ്ഷൻ ബി ടിപ്പ് ടു ഹീൽ, ഓപ്ഷൻ സി ടിപ്പ് ടു എഡ്ജ്, ഓപ്ഷൻ ഡി എഡ്ജ് ടു ഫേസ്. ഈ ടിപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാത്ത. അപ്പൊ നിങ്ങളോട് ടിപ്പിന് വരെ എന്താണ്, ഫോർ എക്സാമ്പിൾ പോയിന്റ് ടു ഹീൽ എന്ന് തന്നാലും അവിടെ എന്ത് ഉത്തരം? അവിടെയും ഇത്തരത്തിൽ എന്താണ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പോയിന്റ് ടു ഹീൽ അല്ലെങ്കിൽ ടിപ്പ് ടു ഹീൽ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത് പ്രവീൺ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ടിപ്പ് ടു എഡ്ജ് അല്ല, എന്താണ് ടിപ്പ് ടു ഹീൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഫയൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. വർക്ക്ഷോപ്പിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ടൂളാണ് ഫയൽ എന്ന് പറയുന്നത് അല്ലെ. സോ ഫയല് പ്രധാനപ്പെട്ട പാർട്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി, അതിന്റെ ആ ഒരു സൈഡിൽ കുറെ അധികം ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ടീത്തുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതെന്താണ്, സിംഗിൾ കട്ട് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് എഡ്ജസിൽ നമുക്ക് ഇവിടെ കാണാൻ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിപ്പ് മുതൽ അല്ലെങ്കിൽ പോയിന്റ് മുതൽ നമ്മളുടെ ടാങ്ക് വരെ അല്ലെങ്കിൽ ഹീല് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫയൽ ലെങ്ത് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഹീൽ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീൽ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? ടീത്തുകൾ കാണില്ല അല്ലെ.
ടീത്തുകൾ ഇല്ലാതുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് ഹീൽ എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഒരു ഷോൾഡർ കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ഷോൾഡർ. അതിനുശേഷം ടാങ് എന്ന് പറയുന്ന പോർഷൻ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടാകും. അതിന് മുകളിലായിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. സോ ഹാൻഡിലിന് അവിടെ ക്രാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, കൃത്യമായിട്ട് ഹാൻഡിൽ ഉണ്ടാവുന്ന ക്രാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെറൂൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ മെറ്റാലിക് റിംഗ് യൂസ്ഡ് ടു പ്രിവെന്റ് ക്രാക്കിംഗ്, അല്ലെ, ഈ പറഞ്ഞ ആ ഒരു ഹാൻഡിൽ കൃത്യമായിട്ട് ക്രാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഹാൻഡിലെ ക്രാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റാലിക് റിംഗ് ആണ് ഫെറൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഹീൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ടാങ് എന്ന് പറയുന്ന പോർഷൻ, അതുപോലെ തന്നെ ഷോൾഡർ, ഓക്കെ, അതുപോലെ ഫയൽ ലെങ്ത് എന്താണ്, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്താണെന്നൊക്കെ ഉള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ടർണറുമായി ബന്ധപ്പെട്ട്, അല്ലെ, ടർണർ മെഷീനിസ്റ്റ് അവരൊക്കെ വളരെയധികം കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫയൽ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദയർ ഓപ്ഷൻ എ കട്ട്, ഗ്രേഡ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത്. ഓപ്ഷൻ ബി ലെങ്ത്, ഷേപ്പ്, കട്ട് ആൻഡ് ഗ്രേഡ്. ഓപ്ഷൻ സി ലെങ്ത്, ഷേപ്പ്, വിഡ്ത്ത് ആൻഡ് കട്ട്. ഓപ്ഷൻ ഡി ലെങ്ത്, ഗ്രേഡ് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യെസ്, എല്ലാവരും ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. കറക്റ്റ് ആണ്. ലെങ്ത്, ഷേപ്പ്, കട്ട് ആൻഡ് ഗ്രേഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് ആസ് പെർ BIS പ്രകാരം, BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ഗ്രേഡുകൾ ഉണ്ട് ചോദ്യമാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ഗ്രേഡുകൾ ഉണ്ട്, എത്ര ഗ്രേഡ് ഓഫ് ഫയലുകൾ ഉണ്ട്? ഓപ്ഷൻ 5, 4, 3, 2. യെസ്, അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ, 5, 4, 5, 4 എന്നൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾക്ക് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 4 ആയിരിക്കും, അല്ലെ, നമുക്ക് 4 ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് റഫ്, ബസ്റ്റാർഡ്, അല്ലെ, അതുപോലെ തന്നെ സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. അപ്പൊ അങ്ങനെ നമുക്കറിയാം നിലവിൽ എത്രയാണ്? 5 സ്റ്റാൻഡേർഡുകളാണ് നമുക്ക് 5 ഗ്രേഡുകളാണ് സാധാരണഗതിയിൽ ഉള്ളത്. അതിൽ എന്താണ് റഫ് നമുക്ക് എവിടെ ഒഴിവാക്കാൻ പറ്റും? BIS ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. റഫ് BIS ഇല്ല, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ റഫ് ഗ്രേഡ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ റഫിന് പകരം ഓക്കെ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, അതുപോലെ തന്നെ എന്താണ് സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്, അങ്ങനെ 4 ഗ്രേഡുകളാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളത്. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നോർമലി ഗ്രേഡ് 5 എണ്ണമാണുള്ളത്: റഫ്, ബസ്റ്റാർഡ്, അതുപോലെ തന്നെ സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. എന്നാൽ ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നവർ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ റഫ് ഗ്രേഡ് അവിടെ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അവിടെ ഉത്തരം വരിക 4 ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ബുദ്ധിമുട്ടാവും അല്ലേ? ഓക്കെ ആണോ അഭിജിത്ത്, രാഹുലെ? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചാൽ മതി. ഇത്തരത്തിൽ ഗ്രേഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നുള്ള ഗ്രേഡ് ഉണ്ട് എങ്കിലും ആസ് പെർ BIS പ്രകാരം അവിടെ റഫ് ഗ്രേഡ് ഇല്ല. ബാക്കിയുള്ള 4 ഗ്രേഡുമാണ് BIS പ്രകാരം ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സോ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഓക്കെ, മറ്റേ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ടു ബ്രിങ് ദ ജോബ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്? അതായത് ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ് അല്ലെങ്കിൽ ഫിനിഷിംഗ് സൈസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ഏതാണ്? സെക്കൻഡ് കട്ട്, കർവ്ഡ്, സിംഗിൾ കട്ട്, ഡബിൾ കട്ട്? യെസ്, സംശയമൊന്നും വേണ്ട, സെക്കൻഡ് കട്ടാണ്. എന്നാൽ വളരെ റാപ്പിഡ് ആയിട്ട് എന്താണ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ഏതായിരിക്കും? റഫ് ഫയലാണ്. സംശയമൊന്നും വേണ്ട, റഫ് ഫയലാണ്. സോ റഫ് ഫയൽസ് ആർ യൂസ്ഡ് for rapid ആയിട്ട് large quantities are removed rapidly എന്നാണെന്നുണ്ടെങ്കിൽ റഫ് ഫയൽ തന്നെയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ സെക്കൻഡ് കട്ട് ഫയലുമായി ബന്ധപ്പെട്ട് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് ആണ്. സോ ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് ആണ്. ഗുഡ് സർഫസ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഫൈൻ. സോ യൂസ്ഡ് ഫോർ ഫയലിംഗ് ഹാർഡ് മെറ്റൽസ് ആണ് ഇത്തരത്തിൽ സെക്കൻഡ് കട്ട് കൊണ്ട് നമ്മളത് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം, വിച്ച് ഫയൽ ഹാവിംഗ് ദ പാരലൽ എഡ്ജസ് ത്രൂ ഔട്ട് ദ ലെങ്ത്? ഇത്തരത്തിലുള്ള ഫയൽ ഏത് ഫയലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യെസ്,
ഓപ്ഷൻ ബി ആണല്ലേ പറഞ്ഞത് അല്ലെ? യെസ്. അപ്പോ ഈ ഹാൻഡ് ഫയൽ അല്ലെ? യെസ്, എല്ലാവർക്കും ഉത്തരം കറക്റ്റ് ആണ്. ഹാൻഡ് ഫയൽ, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഹാൻഡ് ഫയൽ. അപ്പൊ അത്തരത്തിൽ എന്താണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കട്ട്, ഇത്തരത്തിൽ റാസ്പ് കട്ട് ഫയല്, സിംഗിൾ കട്ട് ഫയല്, ഡബിൾ കട്ട് ഫയല്, അപ്പൊ അങ്ങനെ എന്താണ് സേഫ് എഡ്ജ് ഫയൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹാൻഡ് ഫയൽ ഇവിടെ കാണാൻ സാധിക്കില്ല, ഹാൻഡ് ഫയൽ. അപ്പൊ ഹാൻഡ് ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സേഫ് എഡ്ജ് ഫയൽ എന്ന് പറയുന്നത്, സേഫ് എഡ്ജ് ഫയൽ. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഡ്ജില് എന്താണ് അവിടെ കട്ടിങ് ഒന്നും കാണില്ല. ഇവിടെ എന്താണ് നമുക്ക് ടീത്ത് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ അത് പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടാകും. എന്നാൽ മറ്റൊരു സ്ഥലത്ത് കറസ്പോണ്ടിങ് ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പാണ് നമ്മളുടെ ആ ഒരു എന്താണ് ഹാൻഡ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ പാരലായിട്ടാണ് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. സോ സേഫ് എഡ്ജ് ഫയൽ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഹാൻഡ് ഫയൽ തന്നെയാണ്. റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണ്. സോ ഫയൽ പാരലൽ ഇൻ ലെങ്ത് ആൻഡ് ടേപ്പേർഡ് ഇൻ തിക്നെസ്, തിക്നെസ്സിൽ ടേപ്പേർഡ് ആണ്, പക്ഷെ ലെങ്ത് വൈസ് പാരലൽ ആണ്. സോ ഫേസസ് ആർ ഡബിൾ കട്ട്, വൺ എഡ്ജ് സിംഗിൾ കട്ട്, വേർ അതർ എഡ്ജ് ആർ സേഫ് കട്ട്. ഇത്തരത്തിൽ എന്താണ് ഒരെണ്ണം ഒരു സൈഡിലേക്ക് നോക്കി, ഒരു സൈഡ് എന്ന് പറയുന്നത് സിംഗിൾ കട്ടാണ്, മറ്റൊരു സൈഡ് അവിടെ പ്രത്യേകിച്ച് ടീത്ത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സേഫ് എഡ്ജ് ഫയൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഹാൻഡ് ഫയൽ ആണ്, അതുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഈസ് ജനറലി, അതായത് ഫയൽ എന്ന് പറയുന്ന ടൂളിന്റെ ഹാർഡ്നെസ് എത്രയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 30 HRC, ഓപ്ഷൻ ബി 45 HRC, ഓപ്ഷൻ സി 60 HRC, ഓപ്ഷൻ ഡി 80 HRC. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ യെസ്, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി അല്ലെ. അപ്പൊ നോർമലി ഹാർഡ്നെസ് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഹാർഡ്നെസ് ആണ്. ഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് എന്താണ് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ്നെസ് മിനിമം നമുക്ക് ഒരു 60 HRC. HRC എന്ന് ഉദ്ദേശിക്കുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ആണ്. റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പർ 60 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദി ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഈസ് ജനറലി 60 HRC എന്നുള്ളത് ഓർത്തിരിക്കാൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ കട്ടിംഗ് ആക്ഷൻ ഓഫ് എ ഫയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ, കട്ടിംഗ് ആക്ഷൻ ഓഫ് എ ഫയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് യെസ്, ദ കൈൻഡ് ഓഫ് കട്ട് ആൻഡ് സ്പേസിംഗ് ഓഫ് ടീത്ത്. അപ്പൊ ഈ സ്പേസിംഗ് ഓഫ് ടീത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പേസിംഗ് ഓഫ് ടീത്ത്. 1 സെന്റിമീറ്ററിൽ ഇത്ര ടീത്ത് എന്നുള്ള സ്പേസിങ്ങിനെ എന്താണ് വിളിക്കുക നമ്മള്? 1 സെന്റിമീറ്ററിൽ ഗ്രേഡ്, റൈറ്റ് ആൻസർ ആണ് ഗ്രേഡ്. അതിനാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. സോ ആ ഗ്രേഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിനകത്ത് അല്ലെങ്കിൽ 10 mm നമ്പർ ഓഫ് ടീത്തിന്റെ അടിസ്ഥാനത്തിലാണ് റഫ്, ബസ്റ്റാർഡ്, അങ്ങനെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. സോ സ്പേസിംഗ് ഓഫ് ടീത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനെ ഗ്രേഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ എന്താണ് ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഓൺ ദ ഫയൽ അല്ലെ, നമ്മൾ ആ ടീത്ത് എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നു. അപ്പൊ സിംഗിൾ കട്ടാണോ, അല്ലെങ്കിൽ ഇത്ര 50 ഡിഗ്രി 51 ഡിഗ്രി ആണോ, 70 ഡിഗ്രി ആണോ, 60 ഡിഗ്രി ആണോ, അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫയൽ അല്ലെ, ഇത്തരത്തിൽ ഫയലിന്റെ ഷേപ്പ്. അപ്പൊ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ഫയൽസ്, ഇപ്പം ഹാഫ് റൗണ്ട് ഫയൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫയൽ അവൈലബിൾ ആണ്, അങ്ങനെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓൾ ഓഫ് ദി അബോ, ഓൾ ഓഫ് ദി അബോ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആണ്. എല്ലാവരും ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. which one among the following material can be cut with rasp cut file? rasp cut ഫയൽ. അപ്പോ ഇവിടെ നോക്കി എല്ലാവരും ഡി തന്നെയാ പറയുന്നത് അല്ലെ. സോ റൈറ്റ് ആൻസർ എന്ത് തന്നെയായിരിക്കാം? ഡി തന്നെയാണ്, സംശയം വേണ്ട. ദാറ്റ് ഈസ് ലെതർ, അതല്ലേ, വുഡ്, ലെതർ അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ സാധാരണ റാസ്പ് കട്ട് ഫയൽ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടാവും. റൈറ്റ് ആൻസർ ആണ്. അപ്പൊ റാസ്പ് കട്ട് ഫയലിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീത്തുകൾ അവിടെ കാണാൻ സാധിക്കും. അത് ഹാഫ് റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ ലെതർ വർക്ക്, നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ലെതർ ഒക്കെ നമ്മളൊന്ന് ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ വുഡ് ഒക്കെ ഫയൽ ചെയ്യാനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള റാസ്പ് കട്ട് ഫയൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷാർപ്പ് ഇൻഡിവിജ്വൽ പോയിന്റഡ് ടീത്തുകളാണ് ഇവിടെ കാണുന്നുണ്ടാവുക അല്ലെ. ഷാർപ്പ് ഇൻഡിവിജ്വൽ പോയിന്റഡ് ആയിട്ടുള്ള ടീത്തുകളായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നുണ്ടാവുക. ഓക്കെ, സോ വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് കാണുന്നുണ്ടാവുക. സോ ഫയല് ഹാഫ് റൗണ്ട് ഷേപ്പിലായിരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ കാണുന്നുണ്ടാവുക. ഓക്കെ, സോ അതുകൂടി ഓർത്തിരിക്കാം. സോ റാസ്പ് കട്ട് ഫയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം, സെക്കൻഡ് കട്ട് ഇൻ എ ഫയൽ ഈസ് എ ടൈപ്പ് ഓഫ് സെക്ഷൻ, ഗ്രേഡ്,
കട്ട് ഡിസൈൻ. സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് എന്താണ്? കട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അതോ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണോ? സംശയം അതേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടല്ലേ, അക്കോർഡിംഗ് ടു ഗ്രേഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, അതുപോലെ തന്നെ എന്താണ് സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് നമ്മൾ കുറച്ച് അല്ലെ. അപ്പൊ നോക്കി അവിടെ എന്താണ് ഇത്തരത്തിൽ അത് ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. എല്ലാവർക്കും കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ റഫ് ഫയൽ ഉണ്ട്, ബസ്റ്റാർഡ് ഫയല്, സെക്കൻഡ് കട്ട് ഫയല്, സ്മൂത്ത് ഫയല്, ഡെഡ് സ്മൂത്ത് ഫയല്. ഓക്കെ, അങ്ങനെ സ്മൂത്ത് ഫിനിഷിലേക്ക് വരുന്നത് സ്മൂത്ത് ഫയല്. ഡെഡ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ദാറ്റ് ഈസ് ഫിനിഷിംഗിലേക്ക് നമ്മൾ എത്തിക്കുന്നു, ഫൈനൽ സ്റ്റേജിലേക്ക് ഡെഡ് സ്മൂത്ത്. അപ്പോ എന്താണ് അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സെക്കൻഡ് കട്ട് അല്ലെ, ക്ലാസ് ഫിനിഷ്ഡ്, ഇത്തരത്തിൽ എന്താണ് ഫിനിഷ്ഡ് സൈസിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് വരുന്നതാണ് ഇത്തരത്തിൽ സെക്കൻഡ് കട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഫൈൻ. മറ്റൊരു ചോദ്യം, ദ ബെസ്റ്റ് പൊസിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പൊസിഷൻ ടു ഹോൾഡ് ദ ജോബ് ഇൻ ദ വൈസ് വെൻ ഫയലിംഗ് അല്ലെ. ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് ലെവലിലാണ്? സോ റീസെന്റ് നടന്ന ഫിറ്റർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആം ലെവൽ, ഓപ്ഷൻ ബി എൽബോ ലെവൽ, ഓപ്ഷൻ സി ഐ ലെവൽ, ഓപ്ഷൻ ഡി ഷോൾഡർ ലെവൽ. യെസ്, റൈറ്റ് ആൻസർ ആണ് എൽബോ ലെവലിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. എൽബോ ലെവലിലാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. In case of a single cut file, the teeth are cut on the file face at an angle of dash. എന്തായിരിക്കും? യെസ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം അല്ലെ. സിംഗിൾ കട്ട് ഫയലിന്റെ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എത്ര ആംഗിളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യെസ്, റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി ടു ദ സെന്റർ ലൈൻ ഓഫ് ദ ഫയൽ ആണ് അല്ലെ. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സിംഗിൾ കട്ട് ഉണ്ട്, ഡബിൾ കട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ സിംഗിൾ കട്ട്, ഡബിൾ കട്ട്. അപ്പൊ ഡബിൾ കട്ടിനകത്ത് ചോദിക്കുകയാണ്, ഡബിൾ കട്ട് ഫയലില് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്, ഫസ്റ്റ് റോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഫസ്റ്റ് റോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ള ചോദ്യം വന്നാൽ ഉത്തരം എന്താ വരിക? ഫസ്റ്റ് റോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ 71ആണോ 70 ആണോ? 70 ആണല്ലേ. യെസ്, അപ്പൊ അത് കൺഫ്യൂഷൻ വരരുത്. 51 ഉണ്ട്, 70 ഉണ്ട്, 51 ഉണ്ട്, 70 ഉണ്ട്. അപ്പോ ഈ ഡബിൾ കട്ടിനകത്ത് 51 എന്ന് പറയുന്നത് അപ്പ് കട്ട് ആംഗിൾ അല്ലെങ്കിൽ അപ്പ് കട്ട് ആംഗിൾ എന്ന് പറയുന്നു. 70 എന്ന് പറയുന്നത് ഓവർ കട്ട് എന്ന് പറയുന്നു, ഓവർ കട്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 51 ആണോ, അപ്പ് കട്ടാണോ, ഓവർ കട്ടാണോ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്? യെസ്, അപ്പൊ അത് ഓവർ കട്ട് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഓവർ കട്ടാണ് നമ്മളുടെ ഫസ്റ്റ് റോ. അപ്പൊ ഫസ്റ്റ് റോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 70. ഉത്തരം 70. എന്നാൽ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് അപ്പ് കട്ടാണ്. സോ രണ്ടാമത്തെ റോ അപ്പ് കട്ടാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ 51 ഡിഗ്രി ആണ്. 51 ഡിഗ്രി ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ അത് അർജുന ക്ലിയർ അല്ലേ? അർജുൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അത് വളരെ എന്താണ് ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ വളരെ എന്താണ് ചെറിയൊരു പിഴപാട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവിടെ അപ്പ് കട്ട്, അതുപോലെ തന്നെ ഓവർ കട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓവർ കട്ട്, ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 70 അല്ലെ. അപ്പ് എന്ന് പറഞ്ഞാൽ 51 ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ സിംഗിൾ കട്ട് ആകുമ്പോൾ നമുക്കറിയാം 60 ഡിഗ്രി ആണ് അല്ലെ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തേക്ക് വരാം. ചോദ്യം ഇതാണ്. ഫയലിംഗ് മെത്തേഡ്. അതായത് നമുക്കറിയാം പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഫയലിംഗ് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഉണ്ട്, ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, ഡയഗണൽ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്ഫേഴ്സ്, ഡയഗണൽ. So the size of the workpiece is brought close to the finished size. ഫിനിഷ്ഡ് സൈസ് ആയില്ല, ഫിനിഷ്ഡ് സൈസിന് അടുത്തേക്ക് വന്നു. ഏത് ഫയലിംഗ് ആണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഫയലിംഗ്, ഓപ്ഷൻ ബി ട്രാൻസ്ഫേഴ്സ് ഫയലിംഗ്, ഓപ്ഷൻ സി ഡയഗണൽ ഫയലിംഗ്, ഓപ്ഷൻ ഡി സൈഡ് ഫയലിംഗ്. അപ്പൊ ഇവിടെയും കൺഫ്യൂഷൻ എ ബി ഒക്കെ കാണുന്നുണ്ട് അല്ലെ. എ ബി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ പ്രധാനമായിട്ടും 3 ഫയലിംഗ് മെത്തേഡുകളാണ്. അപ്പോ ഡയഗണൽ ഫയലിംഗ്, ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ. അപ്പോ
ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവുക ട്രാൻസ്വേഴ്സ് ഫയലിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് ഫയലിംഗ് ആണ്. അതിനുശേഷം ഫൈനൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫിനിഷിലേക്ക് വരുന്നുണ്ടാവുക ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരിക്കും. തുടക്കത്തിൽ വളരെ റഫായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിനെ നമ്മൾ ഡയഗണൽ ഫയലിംഗ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡയഗണൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഒരു 45 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഡയഗണൽ ഫയലിംഗ് ചെയ്യുന്നു. നമ്മൾ എല്ലാവരും ഫയലിംഗ് ചെയ്തിട്ടുള്ളവരാണ്. രണ്ടാമത് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, നമ്മളുടെ വർക്ക് പീസിന്റെ ആ ഒരു ലോങ് ആയിട്ടുള്ള സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ഓടിക്കും. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിൽ എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ആയിട്ടുള്ള സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഫയൽ ഓടിക്കും അല്ലെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതായിരിക്കും, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് മീൻസ് വാട്ട്, ദാറ്റ് ഈസ് ഫയൽ സ്ട്രോക്ക് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലോങ്ങർ സൈഡ് അല്ലെ. ഇത്തരത്തിൽ ലോങ്ങർ സൈഡിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫയൽ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ട്രാൻസ്വേഴ്സ് ഫയലിംഗ്. commonly used to reduce material from the edges of work. ഇത്തരത്തിൽ വർക്കിന്റെ എഡ്ജില് അല്ലെ, എഡ്ജസിലൊക്കെ കൂടുതലും മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പം ബ്രോഡ് ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ്, ഇത്തരത്തിലുള്ള ഫയലിംഗ് മെത്തേഡ് ആണ് നമ്മളെ ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എന്നാൽ ഫൈനൽ ഫിനിഷിംഗ് നമുക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫയലിംഗിലൂടെയാണ്. അപ്പോൾ ഫൈനൽ ഫിനിഷിംഗ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫയലിംഗിലൂടെയും ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്, ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ് നമ്മൾ എത്തിക്കുന്നത് ട്രാൻസ്വേഴ്സ് ഫയലിംഗ്. റഫായിട്ട് വളരെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യാൻ നമ്മൾ ഇത്തരത്തിൽ ഡയഗണൽ ഫയലിംഗും യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതിനകത്ത് കുറെ സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു. ഫയലിംഗ് മെത്തേഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ അത് ക്ലിയർ ആയി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. റീസെന്റ് നടന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഫയൽ ഈസ് ഓൾസോ നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ? ഫിഷ് ബാക്ക് ഫയൽ റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ചത്. റീസെന്റ് നടന്ന മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 1-2 എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഫിഷ് ബാക്ക് ഫയലുമായി ബന്ധപ്പെട്ട്. റൈറ്റ് ആൻസർ ആണ്, എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, ക്രോസിംഗ് ഫയൽ. അപ്പൊ ക്രോസിംഗ് ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ക്രോസിംഗ് ഫയൽ അല്ലെങ്കിൽ ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ. ഇതിന്റെ പ്രത്യേകത നോക്കി, 2 കർവുകളുണ്ട്. അപ്പൊ 2 കർവ് ഒരേപോലുള്ള കർവൊന്നും അല്ല, പക്ഷെ എന്താണ് ഇത്തരത്തിൽ ഡിഫറെന്റ് കർവുകളാണ് അതിന്റെ ഓരോ സൈഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് റൗണ്ട് ഫയലിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഫിഷ് ബാക്ക് ഫയലിനുണ്ട്. അപ്പൊ ഫിഷ് ബാക്ക് ഫയൽസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹാഫ് റൗണ്ട് ഫയൽ. അപ്പൊ ഹാഫ് റൗണ്ട് ഫയലിന് പകരമായിട്ട് നമ്മൾക്ക് ഫിഷ് ബാക്ക് ഫയൽ യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ക്രോസിംഗ് ഫയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിഷ് ബാക്ക് ഫയലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ മെറ്റീരിയൽ അപ്ലൈഡ് ഓൺ ദ ഫേസ് ഓഫ് ദ ഫയൽ അല്ലെ, ഫയലിന്റെ ഫേസിൽ നമ്മൾ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽപ്പ് ടു റെഡ്യൂസ് ദ പെനട്രേഷൻ ഓഫ് ടീത്ത് ആൻഡ് പിന്നിങ് അല്ലെ. നമ്മളുടെ പിന്നിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീത്തുകളുടെ ഇടയിൽ ചെറിയ 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 ചിപ്പുകൾ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ എന്താണ് ചെറിയ പൗഡർ ഫോമിലൊക്കെ ഉള്ളത് എന്താണ് അതിനകത്തേക്ക് വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ പിന്നിങ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ പിന്നിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ടീത്തിന്റെ പെനിട്രേഷൻ കുറയുന്നുണ്ടാകും, റെഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അവിടെ ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ടാകും. അതിനെ വിളിക്കുന്നത് ആ ഒരു മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് എല്ലാവരും ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ അത് തന്നെയാണ്, ദാറ്റ് ഈസ് ചോക്ക്. ചോക്ക് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻ ബിറ്റ്വീൻ ദ ടീത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ മെറ്റീരിയൽ അപ്ലൈഡ് ഓൺ ദ ഫേസ് ഓഫ് ദ ഫയൽ വിൽ ഹെൽപ്സ് ടു റെഡ്യൂസ് പെനട്രേഷൻ ഓഫ് ദ ടീത്ത് ആൻഡ് പിന്നിങ്. ഇത്തരത്തിൽ ആ ഒരു ടീത്തിന്റെ പെനട്രേഷൻ ഇപ്പൊ നമുക്ക് വേണ്ടുന്നതിനെക്കാട്ട് അല്ലെങ്കിൽ നമുക്ക് പെനട്രേഷൻ കുറവ് വേണം എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടീത്തിന്റെ ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ടീത്തുകൾക്കിടയിൽ ചോക്ക് മെറ്റീരിയൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നിങ് ചോക്കിന് പകരം എന്താണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ വന്ന് അവിടെ അടിഞ്ഞുകൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
ഓക്കെ, അപ്പൊ അത്തരത്തിൽ പിന്നിങ് ഒഴിവാക്കാനും പെനട്രേഷൻ കുറയ്ക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ചോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഹൗ മെനി ടീത്ത് ഷുഡ് എക്സ്റ്റെൻഡ് while hacksawing across the surface of the material to be cut? എത്ര ടീത്തുകൾ നമ്മൾ അവിടെ കോണ്ടാക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം? ഷുഡ് എക്സ്റ്റെൻഡ് വൈൽ ഹാക്സോയിങ്. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹൗ മെനി ടീത്ത് ഷുഡ് എക്സ്റ്റെൻഡ് വൈൽ ഹാക്സോയിങ് അക്രോസ് ദ സർഫസ് ദ മെറ്റീരിയൽ ടു ബി കട്ട്? യെസ്, അപ്പൊ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. ശ്രദ്ധിക്കുക, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 3 ആണ്. ദാറ്റ് ഈസ് ദ ലീസ്റ്റ്. 3 teeth should extend across the surface of the material to be, അതായത് അറ്റ്ലീസ്റ്റ് മിനിമം 3 ടീത്ത് എങ്കിലും, അറ്റ്ലീസ്റ്റ് 3 ടീത്ത് എങ്കിലും നമ്മൾ എന്താണ് അവിടെ അക്രോസ് ദ സർഫസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഹാക്സോ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. ഹാക്സോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്ന ടൂളിന്റെ സഹായത്തോടാണ്. സോ ഹാക്സോ ബ്ലേഡ് ആർ ജനറലി മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. എത്രത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടാവും. ഹൈ സ്പീഡ് സ്റ്റീൽ HSS ആൻഡ് ലോ അലോയ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ലോ അലോയ് സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് ഹാർഡൻഡും ടെമ്പേർഡുമാണ് അല്ലെ. ഹാർഡനിങ് അല്ലെങ്കിൽ കൊഞ്ചിങ് ഹാർഡനിങ് പ്രോസസ്സ് ചെയ്തതിനു ശേഷം ടെമ്പറിങ് ചെയ്തിട്ടുണ്ടാകും. ടഫ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ടെമ്പറിങ് ചെയ്തിട്ടുണ്ടാകും. സോ അറ്റ്ലീസ്റ്റ് 3 ടീത്തുകൾ അവിടെ അക്രോസ് ദ സർഫസ് മെറ്റീരിയൽ അവിടെ ഉണ്ടാകണം എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ടീത്ത് ഓഫ് ദ ഹാക്സോ ബ്ലേഡ് ഈസ് നോൺ ആസ്. വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലെ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് നമുക്കറിയാം ഇത്തരത്തിൽ ടീത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം 0.8 mm, 1 mm, 1.4 mm ആൻഡ് 1.8 mm. അപ്പൊ ഇത്തരത്തിൽ കോഴ്സ് മീഡിയം ഫൈൻ അല്ലെ. കോഴ്സ് മീഡിയം ഫൈൻ എന്ന രീതിയിൽ നമ്മൾ അതിനെ പിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും നമുക്കറിയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിലുള്ള പിച്ച് വാല്യൂ ആണ് ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഫൈൻ. സോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സൈസ് ഓഫ് ദ ബ്ലേഡ് ഈസ് കൺസിഡേർഡ് ഫ്രം. സൈസ് ഓഫ് ദ ബ്ലേഡ്, അതായത് ബ്ലേഡിന്റെ സൈസ് ഏകദേശം 250 mm ഉണ്ട്, 300 mm ഉണ്ട് അല്ലെ. ഇത്തരത്തിൽ 250 mm 300 mm നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ 300 mm 250 mm നമ്മൾ എങ്ങനെയാണ് സൈസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ എ തിക്നെസ് ഓഫ് ദ ബ്ലേഡ്, ഓപ്ഷൻ ബി along the width of the blade, ഓപ്ഷൻ സി സെന്റർ ഓഫ് one hole to another, ഓപ്ഷൻ ഡി none of the above. സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി സെന്റർ ഓഫ് one hole to another. സെന്റർ ഓഫ് one hole to another റൈറ്റ് ആൻസർ ആണ്. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആണ് അറിയാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: if the clearance angle is too great in chipping. അപ്പോൾ ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ചിപ്പിംഗ് ആ ഒരു ചിസൽഡ് ആക്സിസ് ആണ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ. ഓക്കെ, ഫൈൻ. സോ ദിസ് ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോ ഇവിടെ ചിപ്പിങ്ങിന്റെ ക്ലിയറൻസ് ആംഗിൾ ഇവിടെ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലിയറൻസ് ആംഗിൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ യെസ്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട് അല്ലെ എല്ലാവരും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ റേക്ക് ആംഗിൾ റെഡ്യൂസസ്. റേക്ക് ആംഗിൾ റെഡ്യൂസസ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. റേക്ക് ആംഗിൾ കുറയുന്നുണ്ടാകും ക്ലിയറൻസ് ആംഗിൾ കൂടുന്ന സമയത്ത്. റൈറ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ബിക്കം ഹൈ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ ആണ്. സോ ദാറ്റ് വിൽ ബി ഹൈ അല്ലെ. അത് ഹൈ ആണ്, സംശയമൊന്നും വേണ്ട. രണ്ടാമത്തതും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത് നോക്കിയത് കട്ടിംഗ് എഡ്ജ് ഡിഗ് ഇൻ ടു ദ വർക്ക് പീസ് അല്ലെ. ഇത്തരത്തിൽ നമുക്കറിയാം അത്തരത്തിൽ എന്താണ് ആ ഒരു കട്ടിംഗ് എഡ്ജ് ഡിഗിങ് ആക്ഷൻ ഉണ്ടാകും അല്ലെ. ഇത്തരത്തിൽ പെർപെൻഡിക്കുലർ ആവുന്ന മുറയ്ക്ക് എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള ഡിഗിങ് ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ റൈറ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ ഇത്തരത്തിൽ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ബോട്ടം ഫേസ്, ഇത്തരത്തിലുള്ള ബോട്ടം ഫേസും അതുപോലെ തന്നെ
വർക്കിന്റെ സർഫസിന് ടാൻജന്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ്. ഇവിടെ ആൽഫ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സോ അതാണ് നമ്മളുടെ ആ ഒരു ക്ലിയറൻസ് ആംഗിൾ. ഇൻ ബിറ്റ്വീൻ പോയിന്റ് ആംഗിൾ ഉണ്ട്. അതായത് പോയിന്റ് ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് ആംഗിൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൈൽഡ് സ്റ്റീൽ നമ്മൾ ചിസലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പോയിന്റ് ആംഗിൾ എത്രയായിരുന്നു? യെസ്, റൈറ്റ് ആൻസർ ആണ്. പ്രവീണ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് 55 ഡിഗ്രി. 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രിയാണ് ഇടയിലുള്ള പോയിന്റ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇടയിലുള്ള പോയിന്റ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അലൂമിനിയം ആണെന്നുണ്ടെങ്കിലോ ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് പഠിക്കേണ്ടതായിട്ട് അലൂമിനിയം ആണെന്നുണ്ടെങ്കിലോ 30 ആണ് അല്ലെ. അപ്പോ അത്തരത്തിൽ 30 നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അലൂമിനിയം, അതുപോലെ തന്നെ കോപ്പർ, ബ്രാസ് അല്ലെ, മൈൽഡ് സ്റ്റീൽ അങ്ങനെയാ പോകുന്നുണ്ടാവുക. അപ്പൊ 30 കഴിഞ്ഞാൽ 45, 50, 55 അല്ലെ. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടല്ലോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് എന്താണ്, അത് വെച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിസലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടൊരു ഓർമ്മ നമുക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിയറൻസ് ആംഗിൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ജസ്റ്റ് എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ടു ലോ അല്ലെങ്കിൽ 0 അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ഇവിടെ ക്ലിയറൻസ് ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ആ ഒരു രീതിയിൽ കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മളുടെ ആ ഒരു റേക്ക് ആംഗിൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് പെനട്രേഷൻ നടക്കൂല, ഇങ്ങനെ സ്ലിപ്പായി പോത്തേ ഉള്ളൂ അല്ലെ. സോ കട്ടിംഗ് എഡ്ജ് കനോട്ട് പെനട്രേറ്റ്. അത് സ്ലിപ്പ് അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് പോകുന്നുണ്ടാവും, കട്ടിങ് നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും ചിസലുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓപ്പറേഷനുമായി ചിസലിന്റെ ടൈപ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇതിപ്പോ ചിസലിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഒരു 30 ക്വസ്റ്റ്യൻ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? ടോപ്പിക്സ് ഒക്കെ ഏകദേശം കവർ ചെയ്ത് പോയിട്ടില്ല എല്ലാവരും? ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക്? ഓക്കെ ആണ്, ഫൈൻ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ് ഹാവിംഗ് എ സ്മോൾ കൊളറ്റ് ചക്ക് at one end and it carries a set of jaw which are operated by turning the handle. Previous question വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നോക്കി, ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്, അതിനെന്താണ്, ഒരു കൊള്ളറ്റ് ചക്ക് കൊടുത്തിട്ടുണ്ട്. ചക്ക് അല്ലെ, വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളറ്റ് ചക്കാണ്. at one end and it carries a set of jaw അല്ലെ, ഒരു സെറ്റ് ഓഫ് ജോ കൊടുത്തിട്ടുണ്ട്. ആ ജോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡിൽ തിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഹാൻഡ് വൈസ്, ഓപ്ഷൻ ബി പിൻ വൈസ്, ഓപ്ഷൻ സി ടൂൾ മേക്കേഴ്സ് വൈസ്, ഓപ്ഷൻ ഡി ബെഞ്ച് വൈസ്, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഇത്തരത്തിൽ പിൻ വൈസ് കൊടുക്കാറുണ്ട്. പിൻ വൈസ്, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്, പിൻ വൈസ്. അപ്പോൾ ചോദ്യം വന്നിട്ടുള്ളതാണ് പിൻ വൈസുമായി ബന്ധപ്പെട്ട്. ദാറ്റ് ഈസ് ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ് having a small collet chuck at one end, carries a set of jaw. ഇത്തരത്തിൽ നോക്കി 3 ജോ ഉണ്ട് അല്ലേ, സെറ്റ് ഓഫ് ജോ. അതിനുള്ളിലേക്കായിരിക്കും നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ ജോ വിച്ച് ആർ ഓപ്പറേറ്റഡ് ബൈ ടേണിംഗ് ദ ഹാൻഡിൽ. ഓക്കെ, ഫൈൻ. സോ പിൻ വൈസ്, ടൈപ്സ് ഓഫ് വൈസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യം, നെയിം ദ വൈസ് ദാറ്റ് ബ്ലാക്ക് സ്മിത്ത് യൂസസ് മോസ്റ്റ് ഓഫ്. കൂടുതലായിട്ട് ബ്ലാക്ക് സ്മിത്ത് യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? ഓപ്ഷൻ എ പൈപ്പ് വൈസ്, അത് പ്ലംബർ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലംബേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പൈപ്പ് വൈസ് എന്ന് പറയുന്നത്. ടൂൾ മേക്കേഴ്സ് വൈസ് കൂടുതലും എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ടൂൾ റൂമുകളിലായിരിക്കും. ടൂൾ റൂമുകളിൽ യൂസ് ചെയ്യുന്നതാണ് ടൂൾ മേക്കേഴ്സ് വൈസ്. ഓപ്ഷൻ സി ലെഗ് വൈസ്. ലെഗ് വൈസ് ആണ് നമ്മളുടെ ഉത്തരം. ബെഞ്ച് വൈസ് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പുകളിലൊക്കെ എഞ്ചിനീയേഴ്സ് വൈസ് എന്നറിയപ്പെടുന്ന ബെഞ്ച് വൈസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ലെഗ് വൈസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റീരിയൽ? മറ്റൊരു ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ലെഗ് വൈസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റീരിയൽ? റൈറ്റ് ആൻസർ MS, റൈറ്റ് ആൻസർ ആണ്, എല്ലാവർക്കും കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ ആണ്. സോ മൈൽഡ് സ്റ്റീൽ നമുക്കറിയാം ഡക്ടൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഫോർജിങ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹിറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ഉണ്ടാവാൻ, ഹാമറുമായിട്ടൊക്കെ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള ഡക്ടൈൽ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ലെഗ് വൈസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ലെഗ് വൈസിന്റെ 2 ജോ തമ്മിൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലൈൻ കോണ്ടാക്ട്, പോയിന്റ് കോണ്ടാക്ട്, ഏരിയ കോണ്ടാക്ട്, ഏത് കോണ്ടാക്ട് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? യെസ്, ലൈൻ കോണ്ടാക്ട് ആണ്. അതും ചോദിച്ച്
വരാൻ സാധ്യതയുള്ളതാണ്. ലൈൻ കോണ്ടാക്ട് ആണ്. സാധാരണഗതിയിൽ ബെഞ്ച് വൈസിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈസസിന്റെ ഏരിയ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇവിടെ ലെഗ് വൈസിൽ ലൈൻ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ലെഗ് വൈസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് സ്മിത്ത് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: From the below statement, choose the correct one regarding classification of work. Correct one regarding the classification of hammer. Hammer classification വളരെ എളുപ്പം അല്ലേ? ഒന്ന് shape of head, option B size of face, option C length of handle, option D shape of pin. Okay, സംശയമൊന്നും വേണ്ട. ഷേപ്പ് ഓഫ് പീൻ ആണ്, PIN ആണ്. സോ ഷേപ്പ് ഓഫ് പീൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഷേപ്പ് ഓഫ് പീൻ റൈറ്റ് ആൻസർ ആണ്, എല്ലാവർക്കും റൈറ്റ് ആൻസർ ആണ്. അതായത് ഷേപ്പ് ഓഫ് പീൻ, ബോൾ പീൻ ഹാമർ, സ്ട്രൈറ്റ് പീന്, ക്രോസ് പീന്, അങ്ങനെയുള്ള എന്താണ് പീനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഹാമർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ക്രോസ് കട്ട് ചിസൽ? ക്രോസ് കട്ട് ചിസൽ, യെസ്, ക്രോസ് കട്ട് ചിസലിന്റെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ ഫ്ലാറ്റ് ചിസൽ, ഓപ്ഷൻ ബി കോൾഡ് ചിസൽ, ഓപ്ഷൻ സി സോളിഡ് ചിസൽ, ഓപ്ഷൻ ഡി കേപ്പ് ചിസൽ. യെസ്, ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംശയമൊന്നും വേണ്ട, ഡിയിലേക്ക് തന്നെ വരാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, കേപ്പ് ചിസൽ. ഓപ്ഷൻ ഡി, കേപ്പ് ചിസൽ. സോ കേപ്പ് ചിസൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ദാറ്റ് ഈസ് അതർ നെയിം ഓഫ് ക്രോസ് കട്ട് ചിസൽ, കേപ്പ് ചിസൽ ആണ്. ഓക്കെ, ഒരു പ്ലേറ്റിനെ പാർട്ടിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിങ് ഓഫ് ചെയ്യാൻ വേണ്ടി രണ്ട് പീസ് ആക്കാൻ വേണ്ടിയിട്ട് ഏത് ചിസലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതാവുക? ABCD. ഒരു പ്ലേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ, പാർട്ടിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിനെ, ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം പാർട്ടിങ് ഓഫ് അല്ല, ഒരു പ്ലേറ്റിനെ നോർമലി നമുക്ക് പാർട്ടിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ആയിരിക്കും? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഫ്ലാറ്റ് ചിസൽസ് യെസ്, ഫ്ലാറ്റ് ചിസൽസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള എന്താണ് പാർട്ടിങ് ഓഫ് ഓപ്പറേഷന് യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കുക, പാർട്ടിങ് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിൽ പാർട്ടിങ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറെ അധികം ഡ്രില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പാർട്ടിങ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളുടെ യദു പറഞ്ഞതുപോലെ എന്താണ് വെബ് ചിസൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംശയമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെബ് ചിസൽ, അതുപോലെ തന്നെ നമ്മളുടെ ടൈപ്സ് ഓഫ് ചിസൽ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട് എപ്പോഴും, കാസ്റ്റ് അയൺ പൈപ്പുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റ് അയൺ പൈപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിസൽ ഏതാണ്? കാസ്റ്റ് അയൺ പൈപ്പ് കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചിസൽ ഏതാണ്? ഓപ്ഷൻ വേണേ പറയാം. ഇതിനകത്ത് എന്താണ്, ഏതായിരിക്കും? ഡയമണ്ട് പോയിന്റ്. കറക്റ്റ് ആണ്, ഡയമണ്ട് പോയിന്റ് ചിസൽസ് ആണ് കാസ്റ്റ് അയൺ പൈപ്പുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നേരത്തെ ഏതു പറഞ്ഞതുപോലെ, വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽ ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിംഗ്? ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം മെറ്റൽ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചിസൽ ഏതാണ്? വെബ് ചിസൽ, ഫ്ലാറ്റ് ചിസൽ, ക്രോസ് കട്ട്, ഡയമണ്ട് പോയിന്റ്. യെസ്, സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആണ്, എല്ലാവർക്കും കറക്റ്റ് ആണ്. വെബ് അല്ലെ, വെബ് ചിസൽ ആണ്. സോ വെബ് ചിസൽ ആർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽസ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിംഗ്. ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം, ചെയിൻ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തിൽ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടു, തൊട്ടടുത്തൊരു ഹോൾ ഇട്ടു, തൊട്ടടുത്ത് വീണ്ടും ഒരു ഹോൾ ഇട്ടു, അങ്ങനെ ഒരു ചെയിനായിട്ട് ഡ്രിൽ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ചെയിൻ ഡ്രില്ലിംഗ്. ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം നമ്മൾ ഇടയിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വെബ് ചിസൽ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഇതൊരു പീസായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? സോ അതാണ് കോൺസെപ്റ്റ്. സോ വെബ് ചിസലാണ് ഉത്തരമായിട്ട് വരിക. യെസ്, റൈറ്റ് ആൻസർ വെബ് ചിസൽ ആണ് കേട്ടോ. വെബ് ചിസലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പഞ്ചിങ് ചിസൽ. അതുകൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പഞ്ചിങ് ചിസലും വെബ് ചിസലും ഒന്നാണ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് പഞ്ചിങ് ചിസൽ. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഒരു പക്ഷേ വെബ് ചിസൽ കാണുന്നുണ്ടാവില്ല, പഞ്ചിങ് ചിസൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപക്ഷെ നമുക്കത് ലീവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡൗട്ട് വന്നാൽ നമുക്ക് കഴിവതും അത് ലീവ് ചെയ്യാം അല്ലെ? നമുക്കത് അവിടെ റോങ് ആൻസറിലേക്ക് പോകുന്നതിനെക്കാട്ടി ഉപരി നമ്മളത് ലീവ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് പഞ്ചിങ് ചിസലും എന്താണ് എന്ത് തന്നെയാണ് വെബ് ചിസലും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം.
ചോദ്യം ഇതാണ്, the most suitable pitch of the hacksaw blade for cutting soft material such as bronze, brass, etc. Most suitable pitch of the hacksaw blade for cutting soft material such as bronze, brass, etc. Okay. അപ്പോൾ ഇവിടെ 0.8 mm പിച്ച്, 1 mm പിച്ച്, 1.4 mm പിച്ച്, 1.8 mm പിച്ച്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി, 1.8 mm പിച്ച്. യെസ്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. 1.8 mm പിച്ചാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ മോസ്റ്റ് സൂട്ടബിൾ പിച്ച് ഓഫ് ദ ഹാക്സോ ബ്ലേഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ എന്താണ്? 1.8 mm പിച്ച്. അപ്പോൾ പിച്ചുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഫൈന്, മീഡിയം, അതുപോലെ തന്നെ എന്താണ് കോഴ്സ് അല്ലെ, ഇത്തരത്തിൽ ഫൈൻ, മീഡിയം, കോഴ്സ് പിച്ചുകളാണ് നമുക്കുള്ളത്. ഫൈൻ പിച്ച് എന്ന് പറഞ്ഞാൽ 0.8 mm ആണ് പിച്ച് വാല്യൂ. വളരെ തിന്നായിട്ടുള്ള ട്യൂബുകൾ, ഷീറ്റ് മെറ്റൽ കോൺഡ്യൂട്ട് ട്യൂബുകളൊക്കെയാണ് പൊതുവെ ഫൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മീഡിയം, അതിനകത്ത് 2 പിച്ചുകൾ വാല്യൂ വരുന്നുണ്ടാവും. 1 mm പിച്ചും ഉണ്ട്, 1.4 mm പിച്ചും വരുന്നുണ്ട്. 1 mm ഉം 1.4 mm പിച്ചും ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 mm എന്ന് പറയുമ്പോൾ ആംഗിൾ അയൺ ബ്രാസ് ട്യൂബ്, ബ്രാസ് ട്യൂബ് ആണ്. കോപ്പർ അയൺ പൈപ്പുകൾ 1 mm പിച്ച്. കോപ്പർ, അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോപ്പറിനെ യൂസ് ചെയ്യുന്ന പിച്ച് 1 mm. കോപ്പർ 1 mm ആണെന്ന് ഓർത്തിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ടൂൾ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, ഇതെല്ലാം ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഓർത്തിരുന്നാൽ മതി. ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് 1.4 mm. 1.4 mm. ഓക്കെ, ടൂൾ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, അതൊക്കെ നമ്മൾ പൊതുവെ ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് 1.4. പിച്ച് 1 mm ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കോപ്പർ, ബ്രാസ് ട്യൂബ്, അതുപോലെ ആംഗിൾ അയൺ പൈപ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 1.8 mm എന്ന് പറഞ്ഞാൽ കോഴ്സ് ആയിട്ടുള്ള മീഡിയം പിച്ചാണ്. സോ ദാറ്റ് ഈസ് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഹെവി ആംഗിൾ അയൺ ഒക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, കാസ്റ്റ് അയൺ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പിച്ച് 1.8 mm പിച്ചായിരിക്കും, കോഴ്സ് പിച്ചായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ഇതിൽ നിന്നും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇത്തരത്തിൽ ഫൈൻ വേവ് സെറ്റ് ഏത് ടൈപ്പ് ആ ഒരു ടീത്ത് സെറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പിച്ച് വാല്യൂ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോഴ്സ് ആണോ, മീഡിയം ആണോ, ഫൈൻ ആണോ എന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. സോ അത് ക്ലിയർ ആയിട്ട് ആ ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. യെസ്, ഓപ്ഷൻ എ സ്ട്രെയിറ്റ് പീന്, ക്രോസ് പീന്, ബോൾ പീന്, ക്ലോ ഹാമർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. സ്പ്രെഡ് ഇത്തരത്തിൽ എന്താണ് നമ്മളുടെ ആ ഒരു മെറ്റൽ സ്പ്രെഡ് ചെയ്യുന്നു വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിരിക്കട്ടെ, ഇതാണ് നമ്മളുടെ ഹാൻഡിൽ, മറ്റു കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഹെഡ് എന്നിരിക്കട്ടെ. നമ്മളുടെ പീൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഏതാണ്? ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ആക്സിസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണോ, ക്രോസ് ആണോ, എസ് ആണോ, സി ആണോ? സ്ട്രെയിറ്റ് ആണോ, ക്രോസ് ആണോ? യെസ് ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രെയിറ്റിന്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടായിട്ടില്ലേ നമ്മളെ ആ ഒരു മെറ്റൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക? ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടില്ലേ ആ ഒരു മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ സ്ട്രൈക്ക് ചെയ്ത് സ്വാഭാവികമായിട്ട് 2 സൈഡിലേക്കല്ലേ മെറ്റൽ സ്പ്രെഡ് ആവുന്നുണ്ടാവുക? കറക്റ്റ് അല്ലേ? ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ട് 2 ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള പീനായിരിക്കണം? ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് പീനായിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും, ഇത്തരത്തിൽ ഏത് സ്ട്രെയിറ്റ് ആണോ, ക്രോസ് ആണോ, ഇത്രേ ഉള്ളൂ. ഇത് ആലോചിച്ചാൽ മതി. ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് 2 ഡയറക്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് പീൻ ആണ്. ദ സ്ട്രെയിറ്റ് പീൻ ഹാമർ ഈസ് യൂസ്ഡ് ടു സ്പ്രെഡ്
metal in one direction at a right angle to the line of striking. Line of striking. അപ്പൊ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാകും. സോ അത് സ്ട്രെയിറ്റ് പീൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആണോ പ്രവീൺ? അത് ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അതോ കൺഫ്യൂഷൻ ആണോ? യെസ്, നൗ ക്ലിയർ. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ ഫൈൻ, ഇപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ സ്ട്രെയിറ്റ് പീൻ എന്ന് പറയുന്നത് വൺ ഡയറക്ഷനിലേക്ക് ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ്, മറ്റേതാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ക്രോസ് പീൻ ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ, സോറി. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറസ്പോണ്ടിങ് ടു ദ ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി എത്രയാണ്? യെസ്, സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തള്ളിവിടാം. ദാറ്റ് ഈസ് 0.002 mm per 10 mm ലെങ്ത് അല്ലെ. അതായത് ഒരു 10 mm ലെങ്ത്, 10 mm എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ മാക്സിമം ഉണ്ടാകുന്ന ഇറർ എന്ന് പറയുന്നത് 0.002 mm മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നല്ലൊരു ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, 0.002 mm per 10 mm ലെങ്ത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ചൂസ് എ കാലിപ്പർ which is extremely useful for scribing lines parallel to the edge of the work. ഒരു വർക്കിന്റെ എഡ്ജിന്, ഇതാണ് നമ്മുടെ എഡ്ജ്, എഡ്ജിന് പാരലൽ ആയിട്ട് നമുക്ക് ഇവിടെ ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും? യെസ്, ഓഡ് ലെഗ് കാലിപ്പർ, ഔട്ട്സൈഡ് സ്പ്രിംഗ് കാലിപ്പർ, ട്രാൻസ്ഫർ കാലിപ്പർ, ഇൻസൈഡ് സ്പ്രിംഗ് കാലിപ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? അതായത് ഇത്തരത്തിൽ ഔട്ടർ എഡ്ജസ് അതുപോലെ തന്നെ ഇന്നർ ആയിട്ടുള്ള എഡ്ജസിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കാൻ സഹായിക്കുന്ന നമ്മുടെ ആ ഒരു കാലിപ്പറിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഓഡ് ലെഗ് കാലിപ്പർ. ഓഡ് ലെഗ് കാലിപ്പർ, ഓഡ് ലെഗ് കാലിപ്പർ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓഡ് ലെഗ് കാലിപ്പർ എന്താണ്? എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ സ്ക്രൈബിംഗ് പാരലൽ ലൈൻസ് ടു ദ എഡ്ജസ്. ഓക്കെ, എഡ്ജസ് ഓഫ് ദ വർക്ക്, എഡ്ജസ് ഓഫ് എ വർക്ക് അല്ലെ. പറഞ്ഞ വർക്കിന്റെ എഡ്ജസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് എന്ത്? കാലിപ്പർ ആണ്. ദാറ്റ് ഈസ് ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ബെഞ്ച് വൈസ്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അതെ, യെസ്, റൈറ്റ് ആൻസർ ആണ് എഞ്ചിനീയേഴ്സ് വൈസ്. എഞ്ചിനീയേഴ്സ് വൈസ് എന്നാണ് നമ്മൾ ബെഞ്ച് വൈസ് അറിയപ്പെടുന്നത്. ബെഞ്ച് വൈസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എഞ്ചിനീയേഴ്സ് വൈസ് ആണ്, സംശയം വേണ്ട. മറ്റൊരു ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ റീഷാർപ്പൻഡ് ഡിവൈഡർ പോയിന്റ്? ഡിവൈഡർ പോയിന്റ് റീഷാർപ്പൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓപ്ഷൻ യെസ്, ഓപ്ഷൻ ഡി, ഓയിൽ സ്റ്റോൺ. ഓയിൽ സ്റ്റോൺ ആർ യൂസ്ഡ് ടു ഫിനിഷ് ദ റീഷാർപ്പൻഡ് ഡിവൈഡർ പോയിന്റ്. ഡിവൈഡർ പോയിന്റ് റീഷാർപ്പൻ ചെയ്തിട്ടുള്ളത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓയിൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. റിവറ്റിംഗ് പർപ്പസ്, റിവറ്റിംഗ് പർപ്പസ്, റിവറ്റിന്റെ ഹെഡ് ഒക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഹാമറാ യൂസ് ചെയ്യുക? യെസ്, എനിക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് ബോൾ പീൻ ഹാമർ. സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ സി ആണ്, ബോൾ പീൻ ഹാമർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ലെഡ്ജ് ഹാമർ ഏകദേശം 1.5 കിലോ ഭാരം വരുന്ന സ്ലെഡ്ജ് ഹാമർ നമ്മൾ എവിടെ യൂസ് ചെയ്യാറ്? സ്മിത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സ്ലെഡ്ജ് ഹാമർ. ബാക്കി സ്ട്രേറ്റ് പീനും ക്രോസ് പീനും ഒക്കെ നമ്മൾ ഹെഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കും. മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് സെന്റർ ഓഫ് ഹോൾ? നമ്മളൊരു വർക്കിനകത്ത് ഒരു ഹോള് ഡ്രില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഒരു ഹോളിന്റെ സെന്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പഞ്ച് യൂസ് ചെയ്യുന്നു? സംശയമൊന്നും വേണ്ട, സെന്റർ പഞ്ച്, സെന്റർ പഞ്ച്. അപ്പോൾ ഈ പഞ്ചസുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും മനസ്സിലാക്കേണ്ടത്, പഞ്ച് ഏതൊക്കെ ടൈപ്പാണ്? സെന്റർ പഞ്ച് ഉണ്ട്, ഡോട്ട് പഞ്ച് ഉണ്ട്, പ്രിക് പഞ്ച് ഉണ്ട് അല്ലെ. അപ്പോ പ്രിക് പഞ്ചിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? പ്രിക് പഞ്ചിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? പ്രിക് പഞ്ചിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് നമുക്കറിയാം, ദാറ്റ് ഈസ് 30 ഡിഗ്രി. 30 ഡിഗ്രി. ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത് 60 ഡിഗ്രി. അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച്. 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. സെന്റർ പഞ്ച് 90 ഡിഗ്രി. സെന്റർ പഞ്ച് 90 ഡിഗ്രി. ഓക്കെ ഫൈൻ. എന്നാൽ വിറ്റ്നസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടിയിട്ട്, വിറ്റ്നസ് മാർക്കിങ്ങിന് ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? പ്രിക് ഡോട്ട് സെന്റർ, PDC. ഏതായിരിക്കും? PDC-നകത്ത് പി ആണോ ഡി ആണോ? യെസ്, ഡോട്ട് ആണ്. ദാറ്റ് ഈസ് യെസ്, ഡോട്ട് പഞ്ച് ആണ് വിറ്റ്നസ് മാർക്ക്. വിറ്റ്നസ് മാർക്ക്. എന്നാൽ ഡിവൈഡർ പോയിന്റുകൾ
കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് പ്രിക് പഞ്ച് അല്ലെ, പ്രിക് പഞ്ച് ഡിവൈഡർ പോയിന്റുകൾ കൃത്യമായിട്ട് ഡിവൈഡറിന്റെ ഒക്കെ പോയിന്റുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിക് പഞ്ച് യൂസ് ചെയ്യുന്നു. ഡ്രിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെന്റർ പഞ്ച് യൂസ് ചെയ്യുന്നു. ഓക്കെ, സെന്ററിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ ഫൈൻ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ബെൽ പഞ്ച് ഉണ്ട്, ബെൽ പഞ്ച് ഉണ്ട്. ബെൽ പഞ്ച് നമ്മൾ പൊതുവേ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു തരത്തിൽ കാണപ്പെടുന്ന ബെൽ പഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. സോ ബെൽ പഞ്ചിന്റെ പ്രത്യേകത സെന്ററിന്റെ സിലിണ്ടറിക്കൽ വർക്ക് പീസിന്റെ ഒക്കെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറക്റ്റ് അല്ലേ? സിലിണ്ടറിക്കൽ വർക്ക് പീസിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെൽ പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ബെൽ പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ബെൽ പഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട പഞ്ച് നമ്മൾക്ക് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കൂടുതലും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പഞ്ചുകളാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ബെൽ പഞ്ച് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. സോ മറ്റൊരു ചോദ്യം, ദ കാലിപ്പർ പ്രൊവൈഡ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡയമെൻഷൻ. വളരെ ഫൈൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡയമെൻഷൻ. ഓപ്ഷൻ എ ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ സി ഫേം ജോയിന്റ് കാലിപ്പർ, ഓപ്ഷൻ ഡി സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ. യെസ്, റൈറ്റ് ആൻസർ ആണ്. ശരൺ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ. സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, bench vise is made up of, previous question, bench vise is made up of wrought iron, pig iron, high carbon, high speed steel, cast iron. Yes, bench vise is made up of cast iron. Bench vise is made up of cast iron. Samshadamanda cast iron. Okay, purest form of iron. Purest form of iron. Option A, B, C, D. Purest form of iron. Purest form of iron. എന്നൊരു ചോദ്യം വന്നാൽ purest form of iron. Option A, wrought iron. Option B, pig iron. Option C, high speed steel. Option D, cast iron. Purest form of iron. Option A, that is wrought iron. Purest form of iron. Option A, wrought iron. Okay, മറ്റൊരു ചോദ്യം, file used in case where there is a heavy reduction of material. Heavy reduction of material ആണെന്നുണ്ടെങ്കിൽ റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്. യെസ്, റൈറ്റ് ആൻസർ ആണ് ബസ്റ്റാർഡ്. ബസ്റ്റാർഡ് ഫയൽ ആണ് ഹെവി റിഡക്ഷൻ എന്ന് പറയാം. കീവേഡ് ആണ്, ജസ്റ്റ് ഓർത്തെഴുതാൽ മതി. ഈ കീവേഡ് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ബസ്റ്റാർഡ്. റാപ്പിഡ് ആയിട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റഫ് ഫയല്. ഓക്കെ, സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ എന്താണ്, ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്, സെക്കൻഡ് കട്ട് ഫയല്. ഓക്കെ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്മൂത്ത് ആയിട്ടുള്ള ഗുഡ് സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ഫയല്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കീവേഡുകളൊന്നും ഓർത്തിരുന്നാൽ മതിയാകും. സോ ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റൽ ആണ് ബസ്റ്റാർഡ് ഫയൽ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, ദ അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ. ജെന്നി കാലിപ്പറിന്റെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ഓപ്ഷൻ ഡി ഫോം ജോയിന്റ് കാലിപ്പർ. യെസ്, റൈറ്റ് ആൻസർ ആണ് ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ഓഡ് ലെഗ് കാലിപ്പർ, ജെന്നി കാലിപ്പർ. ഇതൊക്കെ എന്ത് തന്നെയാണ്? നമ്മളുടെ ഈ പറയുന്ന ജെന്നി കാലിപ്പറിന്റെ മറ്റു പേരുകളാണ്. ഓക്കെ, ഓഡ് ലെഗ് കാലിപ്പർ എന്നും ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നതെല്ലാം ഒരാൾ തന്നെയാണ്. സോ എന്നുള്ളതുകൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, the tool used to measure length in forging shop. The tool, previous year question, the tool used to measure length in forging shop. Yes, forging shop ല് നമുക്ക് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ആണ്. ഓപ്ഷൻ എ സ്റ്റീൽ റൂൾ, ഓപ്ഷൻ ബി ബ്രാസ് റൂൾ, ഓപ്ഷൻ സി സ്റ്റീൽ ടേപ്പ്, ഓപ്ഷൻ ഡി ഹൂക്ക് റൂൾ. യെസ്, റൈറ്റ് ആൻസർ ആണ് ബ്രാസ് റൂൾ ആണ് കേട്ടോ. ബ്രാസ് റൂൾ, ബ്രാസ് റൂൾ. ബ്രാസ് റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക തരത്തിൽ ഫോർജിങ് ഷോപ്പിൽ. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാസ്റ്റിംഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും, കാസ്റ്റിംഗ്സിലൊക്കെ. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഷ്രിങ്ക് റൂള്, അപ്പം പ്രവീണ ഓർത്തിരുന്നാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാനത് ഇട്ടന്നേ ഉള്ളൂ. അപ്പൊ അത് ഇത്തരത്തിലുള്ള ചോദ്യം, ഫോർജിങ് ഷോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ബ്രാസ് റൂൾ എന്ന് പറയുന്നത്. ബ്രാസ് റൂള്. അതുപോലെ കാസ്റ്റിംഗ്സില്, കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷ്രിങ്ക് റൂൾ യൂസ് ചെയ്യാറുണ്ട്, ഷ്രിങ്ക് റൂള്. അതുപോലെ എന്താണ് നോർമൽ നമ്മൾ ഫിറ്റർ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ റൂൾ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് മെറ്റീരിയൽ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാറുന്നതാണ് ബ്രാസ് റൂള്, ഷ്രിങ്ക് റൂള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റീൽ റൂൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. തൽക്കാലം നമുക്ക് ഇത്തരത്തിൽ ഫോർജിങ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നത് ബ്രാസ് റൂൾ ആണെന്നതും അതുപോലെ തന്നെ കാസ്റ്റിംഗ്സിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഷ്രിങ്ക് റൂൾ യൂസ് ചെയ്യാറുണ്ടെന്നതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ കട്ട് ഫയൽ, ദ ഓവർ കട്ട് ഈസ്, ഓവർ കട്ട് എത്രയാണ്? 70 ഡിഗ്രി, 51 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. സംശയം വേണ്ട. ഓപ്ഷൻ ബി 70 ഡിഗ്രി. ഓവർ കട്ട് 70 ഡിഗ്രി, അപ്പ് കട്ട് 51 ഡിഗ്രി, സിംഗിൾ കട്ടാണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി. മറ്റൊരു ചോദ്യം,
The tool used for transferring and stepping off distance. Transferring and stepping off distance. അപ്പോൾ ഓപ്ഷൻ എ ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ, ഡിവൈഡർ, ജെന്നി കാലിപ്പർ. യെസ്, റൈറ്റ് ആൻസർ ഡിവൈഡർ ആണ് അല്ലെ. ഡിവൈഡർ ആണ് നമ്മൾ സ്റ്റെപ്പിംഗ് ഓഫിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സ്റ്റെപ്പിംഗ് ഓഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡിവൈഡർ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതുപോലെ തന്നെ സർക്കിൾസ് സ്ക്രൈബ് ചെയ്യാനും ആർക്ക് സ്ക്രൈബ് ചെയ്യാനും ട്രാൻസ്ഫറിങ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡോട്ട് പഞ്ച്, സംശയമൊന്നും വേണ്ട. ഡോട്ട് പഞ്ചിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്കറിയാം സിംഗിൾ പഞ്ച്. ഡോട്ട് പഞ്ച് ആകുമ്പോൾ എത്രയായിരുന്നു ഡോട്ട് പഞ്ച്? യെസ്, ഡോട്ട് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലല്ലോ, ഡോട്ട് പഞ്ച് 60 ഡിഗ്രി. ഓപ്ഷൻ എ അല്ലെ, ഇത്തരത്തിൽ 60 ഡിഗ്രി ആണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. 30 ഡിഗ്രി പ്രിക് പഞ്ച് ആണ്. 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. 90 ഡിഗ്രി എന്ന് പറയുന്നത് സെൻട്രൽ പഞ്ച് ആണ് കേട്ടോ. മറ്റൊരു ചോദ്യം, the slight convexity is given to cutting edge of chisel. അതായത് ഒരു ചെറിയ ഒരു കോൺവെക്സിറ്റി കൊടുക്കുന്നുണ്ടാവും. കട്ടിംഗ് എഡ്ജിന് അവിടെ ചെറിയൊരു കോൺവെക്സിറ്റി കൊടുക്കുന്നുണ്ടാവും അല്ലെ. കൃത്യമായിട്ട് ഷാർപ്പ് ആവണമെന്നില്ല, ചെറിയൊരു കോൺവെക്സിറ്റി കൊടുക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ എന്നുള്ളതാണ് ചോദ്യം. കട്ട് കർവ്ഡ് സർഫസ്, ടു കട്ട് കർവ്ഡ് സർഫസ്, കട്ട് ഷാർപ്പ് കോർണർ, പ്രിവെന്റ് ഡിഗിങ് ഓഫ് ദ എൻഡ്, അലോ ദ ലൂബ്രിക്കന്റ് ടു എൻറ്റർ. യെസ്, ഓപ്ഷൻ സി ആണ് പ്രിവെന്റ് ഡിഗിങ് ഓഫ് ദ എൻഡ്. ഇത്തരത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഡിഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, the pitch of wave set blade is wave set. Pitch of wave set. അപ്പോൾ പ്രധാനമായിട്ടും വേവ് സെറ്റ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അപ്പോ ശ്രദ്ധിക്കുക, 0.8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് വേവ് സെറ്റ് ആണ്. അതിനുശേഷം 1 mm അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 1 mm ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് എന്താണ്, അത് വേവ് സെറ്റോ അല്ലെങ്കിൽ സ്റ്റാഗേർഡോ ആയിരിക്കും. അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാഗേർഡ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ ഇവിടെ ഉത്തരം വരുന്നത് ദാറ്റ് ഈസ് 0.8 mm ആണ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. യെസ്, വേവ് സെറ്റ് 0.8 ആണെന്നുണ്ടെങ്കിൽ വേവ് സെറ്റ്, 1 mm ആണെന്നുണ്ടെങ്കിൽ അത് വേവ് സെറ്റോ സ്റ്റാഗേർഡോ ആവാം. ഈ ചിത്രത്തിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വേവ് സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേവ് പോലെ പോകും, ഇങ്ങനെ പോകും. ഓക്കെ, ആണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് ഇങ്ങനെ വേവ് പോലെ പോകുന്നതാണ് വേവ് സെറ്റ് എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഒരു തീറ്റ് ഇങ്ങോട്ട്, ഒരു തീറ്റ് ഇങ്ങോട്ട്, ഒരു തീറ്റ് അങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കുന്നതാണ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സ്റ്റാഗേർഡ്, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. സോറി. അപ്പോൾ വേവ് സെറ്റ് 0.8, വേവ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് 1 mm. സ്റ്റാഗേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓവർ 1 mm ആയിരിക്കും പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. ചോദ്യം വന്നിട്ടുണ്ട്. മറ്റേ ചോദ്യം, ദ വെയിറ്റ് ഓഫ് ഹാമർ ഇസ് സ്റ്റാമ്പ്ഡ് ഓൺ. ഹാമറിന്റെ വെയിറ്റ്, കമ്പനിയുടെ പേര്, അതൊക്കെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഹെഡ്, ഫേസ്, ചീക്ക്, ഷോൾഡർ. എല്ലാവർക്കും അറിയാം ദാറ്റ് ഈസ് ചീക്ക് അല്ലെ, സംശയമില്ല. ഹാമറിന്റെ ഹെഡില് സോഫ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യാത്ത ഒരു സ്ഥലം എന്ന് പറയുന്ന ഇത്തരത്തിൽ ചീക്ക് പോർഷൻ ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഈ പറയുന്ന ഇതാണ് നമ്മുടെ ചീക്ക് എന്ന് പറയുന്നത്. ഇത് വെഡ്ജ്, ഇത് പീന്, ദെൻ ഇത് ഫേസ്. അങ്ങനെ പ്രധാനപ്പെട്ട പാർട്സ് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പീന്, ഇതാണ് ഫേസ്. ഓക്കെ, അതുപോലെ തന്നെ 3 എന്ന് പറയുന്നതാണ് ചീക്ക് എന്ന് പറയുന്നത്. ഇത് ഐ ഹോള്. ഓക്കെ, അല്ലെങ്കിൽ വെഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഉള്ളിലേക്ക് വെഡ്ജ് കയറ്റിക്കൊണ്ട് ഐ ഹോൾ ആണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ മിഡിൽ പോർഷൻ ആണ് നമ്മൾ ആ ഒരു ചീക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അവിടെ വെയിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും. ഹാമർ ഹെഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ അത് തന്നെയാണ് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റേ ചോദ്യം, സെന്റർ പഞ്ചിന്റെ നമുക്കറിയാം 90 ഡിഗ്രി ആണ്. സംശയമൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെന്റർ പഞ്ചിൻ്റെത് 90 ഡിഗ്രി ആണ് ആംഗിൾ വരിക അല്ലെ, മെയിൻറ്റെയിൻസ് ചെയ്യുന്ന ആംഗിൾ, പോയിന്റ് ആംഗിൾ അത് 90 ഡിഗ്രി ആണ്. നെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് മൊഡ്യൂള് ഒന്ന് കവർ ചെയ്ത് പോകാം. സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നോക്കി, വൈ ദ ഹാൻഡ് ടാപ്സ് ആർ. ഒന്നാമത്തെ മൊഡ്യൂൾ ക്ലിയർ ആണോ? ഒന്നാമത്തെ മൊഡ്യൂൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഒന്നാമത്തെ മൊഡ്യൂൾ ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. പെട്ടെന്ന് പോകാം. ദാറ്റ് ഈസ് വൈ ദ ഹാൻഡ് ടാപ്സ് ആർ ചാംഫേർഡ് അറ്റ് ദ ലീഡ്. ഈ ഹാൻഡ് ടാപ്സും ഉണ്ട്, മെഷീൻ ടാപ്സും ഉണ്ട്. അപ്പോൾ തുടക്കം ലീഡ് പോർഷനിൽ ഹാൻഡ് ടാപ്സിന്റെ അവിടെ എന്താണ് അല്പം ചാംഫേർഡ് ആയിട്ട് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അലൈനിങ്, ഫിനിഷിംഗ്, സ്ട്രെങ്തനിങ്, ഗ്രിപ്പിംഗ്. സംശയമൊന്നും വേണ്ട അല്ലെ, അലൈനിങ്ങിന് വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ചാംഫർനെസ് കൊടുക്കുന്നുണ്ടാവുക അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ഹാൻഡ് ടാപ്പ് എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടാപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഇത്തരത്തിൽ ചാംഫർ കൊടുക്കാറുണ്ട്, ഒരു ആംഗിളിൽ ചാംഫർ കൊടുക്കാറുണ്ട്. സോ കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? അലൈനിങ് ആൻഡ് സ്റ്റാർട്ടിങ് ദ ത്രെഡ് അല്ലെ, ഇത്തരത്തിൽ അലൈൻമെന്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. മറ്റൊരു ചോദ്യം, ഹൗ മെനി നമ്പേഴ്സ് ആർ ഇൻ എ മെട്രിക് ടാപ്പ് സെറ്റ്? മെട്രിക് ടാപ്പ് സെറ്റില് എത്ര നമ്പറുകൾ ഉണ്ട്? 1, 2, 3, 4.
വേഗം പറഞ്ഞേ. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. 3 ടാപ്പുകളാണ് അല്ലെ. ഇത്തരത്തിൽ 3 ടാപ്പുകളാണ്. നമുക്കറിയാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ടാപ്പുകൾ. ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് അല്ലെ. ഒന്നാമത് ടേപ്പർ ടാപ്പ്, ഇന്റർമീഡിയറ്റ് ടാപ്പ്, ബോട്ടമിംഗ് ടാപ്പ്, അങ്ങനെ 3 ടാപ്പുകളാണ് ഉള്ളത്. ഓക്കെ, സംശയമൊന്നും വേണ്ട, അങ്ങനെ 3 സെറ്റ് ആണുള്ളത്. മറ്റു ചോദ്യം, വൈ ടാപ്പ് ഡ്രിൽ സൈസ് ടു ബി കാൽക്കുലേറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ടാപ്പ് ഡ്രിൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ to avoid drill breaking, option B to avoid material wastage, option C to calculate sufficient cutting speed, option D to maintain sufficient material to tap. Yes, right answer option D തന്നെയാണ്. To maintain sufficient material to tap അല്ലെ. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യാൻ അല്ലെ സഫീഷ്യന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള ഡ്രിൽ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡ്രിൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഡ്രിൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് wrench ഈസ് യൂസ്ഡ് ഇൻ റെസ്ട്രിക്റ്റഡ് പ്ലേസ്? ഏത് തരത്തിലുള്ള ടാപ്പ് wrench ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് പ്ലേസിൽ? ഓപ്ഷൻ എ ബാർ ടൈപ്പ്, ഓപ്ഷൻ ബി ടി ഹാൻഡിൽ ടൈപ്പ്, ഓപ്ഷൻ സി സോളിഡ് ടൈപ്പ് ടാപ്പ് wrench, ഓപ്ഷൻ ഡി ഡബിൾ എൻഡഡ്. ഓക്കെ, യെസ്, ടി ഹാൻഡിൽ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാം ടി ഹാൻഡിൽ ടാപ്പ് wrench ആണ് നമ്മൾ സ്ഥലപരിമിതി ഉള്ളിടത്ത് റെസ്ട്രിക്റ്റഡ് പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ടി ഹാൻഡിൽ ടൈപ്പ് ആണ്. സോ ടി ഹാൻഡിൽ ടാപ്പ് wrench ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ ഫ്ലൂട്ട്ലെസ് ടാപ്പ് ഫ്രം ദ ഗിവൺ ബിലോ. ഫ്ലൂട്ട്ലെസ് ടാപ്പ്. ഓപ്ഷൻ എ ഗൺ ടാപ്പ്, ഓപ്ഷൻ ബി ത്രെഡ് ഫോമിംഗ് ടാപ്പ്, ഓപ്ഷൻ സി സ്റ്റബ് ഫ്ലൂട്ട് ടാപ്പ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഐഡന്റിഫൈ ദ ഫ്ലൂട്ട്ലെസ് ടാപ്പ്. യെസ്, അപ്പോ അതും കറക്റ്റ് ആണ് എല്ലാവർക്കും. ദാറ്റ് ഈസ് ത്രെഡ് ഫോമിംഗ് ടാപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലൂട്ട്ലെസ് ടാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത അവിടെ ചിപ്പ് ഫോം ചെയ്യില്ല. കാര്യം അവിടെ ത്രെഡ് ഫോമിംഗ് ആണ്. അവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് മെറ്റീരിയൽ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്നുണ്ടാകും. സോ അതുകൊണ്ട് ഫ്ലൂട്ട്ലെസ് ടാപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റും, ഒരു കൈൻഡ് ഓഫ് ത്രെഡ് ഫോമിംഗ് ടാപ്പ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ത്രെഡ് ഫോമിംഗ് ടാപ്പ് അത് തന്നെയാണ് ഫ്ലൂട്ട്ലെസ് ടാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് മെഷീൻ ടാപ്പുമായി ബന്ധപ്പെട്ടാണ് ഗൺ ടാപ്പ്, ഫ്ലൂട്ട്ലെസ് ടാപ്പ്, ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്പ്, ദാറ്റ് ഈസ് ത്രെഡ് ഫോമിംഗ് ടാപ്പ്. ഈ 4 ടാപ്പ് അത്യാവശ്യം ഒരു ഐഡിയ വേണം നമുക്ക്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്രോക്സിമേറ്റ് റേക്റ്റാങ്കിൾ പ്രൊവൈഡഡ് ഫോർ ടൈപ്പ് ഹാർഡ് മെഷീൻ ടാപ്പ്. ടൈപ്പ് ഹാർഡ് മെഷീൻ ടാപ്പിൽ അപ്രോക്സിമേറ്റ് റേക്റ്റാങ്കിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 12 ഡിഗ്രി, ഓപ്ഷൻ ബി 20 ഡിഗ്രി, ഓപ്ഷൻ സി 3 ഡിഗ്രി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ബി 20 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത്. അപ്രോക്സിമേറ്റ് റേക്റ്റാങ്കിൾ പ്രൊവൈഡഡ് ഫോർ ടൈപ്പ് ഹാർഡ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉത്തരം ഏകദേശം 3 ഡിഗ്രി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്രോക്സിമേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ ടൈപ്പ് ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ റേക്റ്റാങ്കിൾ അപ്രോക്സിമേറ്റ്ലി 3 ഡിഗ്രി. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 3 ഡിഗ്രി. എന്നാൽ ടൈപ്പ് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി 20 ഡിഗ്രി. നമ്മൾ സാധാരണഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ നമുക്കറിയാം, ഇത്തരത്തിൽ റേക്ടാങ്കിൾ എന്താണ് ഇത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള റേക്ടാങ്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ടിങ് എഡ്ജ് വളരെ എന്താണ് ഷാർപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ഹാർഡ് മെറ്റീരിയൽ ഒക്കെ ആകുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി റേക്ടാങ്കിൾ കുറയ്ക്കുന്നു അല്ലെ, 3 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റേക്റ്റാങ്കിൾ അപ്രോക്സിമേറ്റ്ലി 20 ഡിഗ്രി ആണ്. നോർമലി 12 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ പിന്നെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്പ് ഹാർഡ്, സോഫ്റ്റ്, നോർമൽ. സോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ അപ്രോക്സിമേറ്റ്ലി 3 ഡിഗ്രി, സോഫ്റ്റ് 20 ഡിഗ്രി ആൻഡ് ഓക്കെ 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 ഫൈൻ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ചോദ്യം വരുന്ന സമയത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യുക, ഡൗട്ട് ആവരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. 320 12 ആണ്. നോർമൽ കേസ് 12 ആണ്. ഓക്കെ, നോർമൽ കേസ് 12 ആണ്. ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ 3 ഡിഗ്രി, സോഫ്റ്റ് ഡക്ടൈൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ 20 ഡിഗ്രി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ഫൈൻ. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. മറ്റൊരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടത്, അതായത് എന്താണ് എക്സ്റ്റേണൽ ഫോർമുല യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റ് ബ്ലാങ്ക് സൈസ് ഓഫ് റൗണ്ട് റോഡ് ബിഫോർ കട്ടിംഗ് എക്സ്റ്റേണൽ ത്രെഡ്. ഇത്തരത്തിൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ. സോ ബ്ലാങ്ക് സൈസ് എന്ന് പറയുന്നത് ത്രെഡ് സൈസ് മൈനസ് 10% ഓഫ് പിച്ച് ഓഫ് ദി ത്രെഡ്. ഓപ്ഷൻ ബി ബ്ലാങ്ക് സൈസ് ഈസ് ഈക്വൽ ടു ത്രെഡ് സൈസ് പ്ലസ് 10% pitch of thread.
ബ്ലാങ്ക് സൈസ് എന്ന് പറയുന്നത് ത്രെഡ് സൈസ് ഡിവൈഡഡ് ബൈ 10% of pitch of the thread. Blank size is equal to thread size into 10% of pitch of the thread. വേഗം പറഞ്ഞേ ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആലോചിച്ച് നോക്കി. ബ്ലാങ്ക് സൈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് സൈസ് ഗസ് ചെയ്ത് നോക്കി. എന്തെങ്കിലും വരിക? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. ദാറ്റ് ഈസ് ബ്ലാങ്ക് സൈസ് ഈക്വൽ ടു 10%. ദാറ്റ് ഈസ് ത്രെഡ് സൈസ് മൈനസ് എന്താണ് 1/10 ഓഫ് പിച്ച് അല്ലെ, 1/10 ഓഫ് പിച്ച് ആണ്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ എ തന്നെയാണ്. സോ ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ പോലെ അല്ലെ നമുക്ക് എന്താണ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. M12 ആണെന്നുണ്ടെങ്കിൽ 1.75 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1/10 ഓഫ് അതായത് 1.75 അല്ലെ, ദാറ്റ് ഈസ് 0.175. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 നിന്നും 0.175 കുറയ്ക്കുന്ന സമയത്ത് 11.8 അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എത്തിക്കാൻ പറ്റും. സോ അത് ഓർത്തിരുന്നാൽ മതി. സോ മറ്റൊരു ചോദ്യം, ദ മോസ്റ്റ് അൺസ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ദ റിമൂവൽ ഓഫ് ടാപ്പ് ദാറ്റ് വാസ് ബ്രോക്കൺ ഇൻസൈഡ് ദ അലൂമിനിയം ജോബ്. അലൂമിനിയം ജോബിനുള്ളിൽ ടാപ്പ് കുടുങ്ങിപ്പോയി, പൊട്ടിപ്പോയി അല്ലെ, ടാപ്പ് ബ്രേക്ക് ആയി പോയി. അത് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മെത്തേഡ്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് അലൂമിനിയം ജോബില്. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ റെയിൽവേ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഫിറ്ററുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ നോക്കുക, ഉത്തരം വരിക ഓപ്ഷൻ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ബി യദു ശരണ ബി അല്ല, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെത്തേഡ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, അനീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ അലൂമിനിയം ജോബ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 659 അല്ലെങ്കിൽ 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഈ അനീലിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക നമുക്കറിയാം 900 അതിന് മുകളിലേക്കുള്ള ഹയർ വാല്യൂസിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ചൂടാക്കിയതിനു ശേഷം ഡ്രിൽ ചെയ്ത് മാറ്റുന്ന ഒരു മെത്തേഡാണ് അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചൂടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അലൂമിനിയം ജോബുകൾക്ക് നമുക്ക് പൊതുവെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെത്തേഡ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. അനീലിംഗ് മെത്തേഡ്, അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ദ ടാപ്പ് മെത്തേഡ്. അപ്പൊ ഇവിടെ എന്താണ്, ബ്രോക്കൺ ടാപ്പിന്റെ അവിടത്തേക്ക് ഫ്ലെയിമിന്റെ സഹായത്തോടുകൂടി അനീലിംഗ് പ്രോസസ് ചെയ്യുന്നു, അതിനുശേഷം ഡ്രിൽ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. ഈസി ഔട്ട് എക്സ്ട്രാക്ടർ, അതിൽ അതിനെ ഈസി ഔട്ട് എക്സ്ട്രാക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. ദ മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വർക്ക് പീസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള സച്ചസ് അലൂമിനിയം, കോപ്പർ അങ്ങനെയുള്ള മെറ്റീരിയലുകൾക്ക് അത് അങ്ങനെ സ്യൂട്ടബിൾ അല്ല. അത് ഓർത്തിരിക്കണം, നോട്ട് സ്യൂട്ടബിൾ ആണ്. സോ അതുകൊണ്ട് അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് പ്രോസസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അലൂമിനിയം ആൻഡ് കോപ്പർ മെറ്റീരിയൽ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ കട്ടിംഗ്, ഓർത്തോഗണൽ കട്ടിംഗ്, യൂണിഫോം കട്ടിംഗ്, ഒബ്ലിക് കട്ടിംഗ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഓർത്തോഗണൽ കട്ടിംഗ് ആണോ, ഒബ്ലിക് കട്ടിംഗ് ആണോ, യൂണിഫോം കട്ടിംഗ് ആണോ, സിമ്പിൾ കട്ടിംഗ് ആണോ? ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഓപ്ഷൻ എ ബി സി ഡി. വേഗം പറഞ്ഞേ, ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പറയാം, അത്രേ ഉള്ളൂ. ഓപ്ഷൻ സി യൂണിഫോം കട്ടിംഗ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോക്കേ, ഡ്രില്ലിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒബ്ലിക് കട്ടിംഗ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഓബ്ലിക് കട്ടിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഓബ്ലിക് കട്ടിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ എന്താണ് അല്പം ചരിഞ്ഞിട്ടായിരിക്കും അതിന്റെ കട്ടിംഗ് പ്രോസസ് നടക്കുന്നത്. അത് തൽക്കാലം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മളത് കട്ടിംഗ് ആക്ഷൻ നടക്കുന്നുണ്ടാവുക. എന്നാൽ ഒബ്ലിക് എന്ന് പറയുമ്പോൾ അത് ചരിഞ്ഞായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. സോ ഒബ്ലിക് കട്ടിംഗ് ആണ് ആ ഒരു ഡ്രിൽ എന്ന് പറയുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ്. ഇത്തരത്തിൽ നമുക്കറിയാം 2 കട്ടിംഗ് എഡ്ജുകളാണുള്ളത്. 2 കട്ടിംഗ് എഡ്ജ് ആണ് ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ലിപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കട്ടിംഗ് എഡ്ജുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്തരത്തിൽ നമുക്കറിയാം അവർ ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അത്തരത്തിൽ ഒബ്ലിക് കട്ടിംഗ് ആണ് നമ്മൾ അവിടെ ഡ്രില്ലിംഗിൽ നടക്കുന്നുണ്ടാവുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫൈൻ.
So drilling is an example of oblique cutting process because the cutting edge drill bit is inclined to some angle with respect to the workpiece surface. അല്ലെ വർക്ക്പീസ് സർഫസിന് അത് അല്പം ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒബ്ലിക് കട്ടിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെ ഡ്രിൽ ബിറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഇൻക്ലിനേഷൻ പോയിന്റ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ ഡ്രിൽ ബിറ്റുള്ള ഇൻക്ലൈൻഡ് ആംഗിൾ, രണ്ട് കട്ടിംഗ് എഡ്ജുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആണ് പോയിന്റ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. A drift is used for drilling machine is ഡ്രില്ലിംഗ് മെഷീനില് ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? ഡ്രോയിങ് എ ഡ്രിൽ ലൊക്കേഷൻ, ഇൻഡെക്സിംഗ്, ചെക്ക് ഓൺ സ്പിൻഡിൽ, റിമൂവ് ദ ഡ്രിൽ ഫ്രം ദ മെഷീൻ സ്പിൻഡിൽ, റിമൂവിംഗ് ദ ബ്രോക്കൺ ഡ്രിൽ ഫ്രം ദ വർക്ക്. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി, റിമൂവിംഗ് ദ ഡ്രിൽ ഫ്രം ദ മെഷീൻ സ്പിൻഡിൽ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. അല്ലെ, ഡ്രില്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെ, ഇത്തരത്തിൽ ടാങ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാകും. അത് നമ്മുടെ സ്ലോട്ടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് റൊട്ടേഷൻ കിട്ടുന്നുണ്ടാകും. സോ ആ ഒരു സ്ലോട്ടിനുള്ളിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാകും. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ വെഡ്ജ് ഷേപ്പിലുള്ള ടൂള് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുന്നു, നമ്മളുടെ ഡ്രില്ല് താഴേക്ക് ഇറക്കുന്നു. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. സോ ഡ്രിഫ്റ്റ് ഈസ് യൂസ്ഡ്. അല്ലേ? ഓക്കെ, ഫൈൻ. മറ്റേ ചോദ്യം, സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ drilling a workpiece made up of dash, cast iron, cast steel, copper, carbon steel. Straight fluted drill is used for drilling a workpiece made up of, yes, ഇവിടെ നോക്കിയേ, ഇവിടെ ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് നോക്കേ, തന്നിരിക്കുന്ന ഓപ്ഷനൊക്കെ വെച്ചൊന്ന് ഗസ് ചെയ്ത് നോക്കേ. കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ, കോപ്പർ, കാർബൺ സ്റ്റീൽ. യെസ്, ഇവിടെ ഉത്തരം എന്താ? കോപ്പർ ആയിരിക്കും. ഓപ്ഷൻ സി, കോപ്പർ ആയിരിക്കും ഉത്തരം വരിക. അപ്പൊ നോക്കേ, സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ, ടൈപ്സ് ഓഫ് ഡ്രില്ലിനകത്ത് ഇത്തരത്തിൽ ഹെലിക്കൽ ഫ്ലൂട്ടഡും ഉണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഹെലിക്കൽ ഫ്ലൂട്ടഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡും ഉണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡും ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ ഫ്ലൂട്ടാണ് പൊതുവെ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു കട്ടിങ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ചിപ്പിനെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ടാവുക, അങ്ങനെയൊക്കെ കുറെ ഫംഗ്ഷൻസിന് ഫംഗ്ഷൻ ഉണ്ട് ഫ്ലൂട്ടിന്, അല്ലെ? അപ്പൊ സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ആർ യൂസ്ഡ് ടു drilling operation on a soft material like brass, copper and various types of plastics. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്, ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ലെസ് ടെൻഡൻസി ടു ഡിഗ് ഇൻ ആൻഡ് ഗ്രാബ് ദ മെറ്റീരിയൽ. ഡിഗിങ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ സോഫ്റ്റ് മെറ്റീരിയൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ലിന്റെ പ്രത്യേകത. മറ്റു ചോദ്യം മിക്കപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ, പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രില്ലിംഗ് ട്വിസ്റ്റ് ഡ്രിൽ. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ജനറൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? യെസ്, സംശയം വേണ്ട, 118 ഡിഗ്രി, അല്ലെ? 118 ഡിഗ്രിയാണ്. സംശയം വേണ്ട, 118 ഡിഗ്രിയാണ്. ഓക്കെ, അത് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പോയിന്റ് ആംഗിൾ. ഓക്കെ, പോയിന്റ് ആംഗിൾ തന്നെയാണ് കട്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെ? കട്ടിംഗ് ജനറൽ പർപ്പസ് 118 ഡിഗ്രിയാണ്. ഓക്കെ, ഫൈൻ. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ മെറ്റീരിയൽ, ദിസ് പോയിന്റ് ആംഗിൾ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ, അല്ലെ? മെറ്റീരിയലിന്റെ അനുസരിച്ച് മാറും എന്നുള്ളത് ഓർത്തിരിക്കാം. അതും ചോദിച്ചിട്ടുണ്ട്. ദ പോയിന്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ ഈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ ടു ബി മെഷീൻ, അല്ലെ? മെഷീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോ പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ 60 ഡിഗ്രി, നോൺ ഫെറസ്, നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപ്പർ, അലൂമിനിയം അങ്ങനെയുള്ള നോൺ ഫെറസ് ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി, വുഡ് 90 ഡിഗ്രി, ജനറൽ പർപ്പസ് ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ അങ്ങനെയുള്ള ജനറൽ പർപ്പസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 118 ഡിഗ്രി, ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ 135 ഡിഗ്രി. അപ്പൊ ഈ ഒരു 4 ഡിഗ്രീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാം, ഓർത്തിരിക്കാം. പ്ലാസ്റ്റിക് 60 ഡിഗ്രി, നോൺ ഫെറസ് മെറ്റൽ ആൻഡ് വുഡ് 90 ഡിഗ്രി, ജനറൽ പർപ്പസ് 118 ഡിഗ്രി, മെറ്റൽ ലൈക്ക് ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ ആണെങ്കിൽ 135. ഓക്കെ, ഫൈൻ. ഒരു ചോദ്യം, ഫോർ ഹാർഡർ മെറ്റീരിയൽ ദ പോയിന്റ് ആംഗിൾ ഓഫ് ഡ്രിൽ, harder material the point angle of drill increased, decreased, kept at 118, none of this. ഏതായിരിക്കും? harder the material point angle is, ഓക്കെ, എല്ലാവരും ആലോചിച്ചോക്കെ, മെറ്റീരിയൽ ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ, ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആംഗിൾ എങ്ങനെയാണ്? കുറയുകയാണോ കൂടുകയാണോ? യെസ്, ഓപ്ഷൻ എ, ഇൻക്രീസ്ഡ്. ഓപ്ഷൻ എ, ഇൻക്രീസ്. നിങ്ങൾ നോക്കേ, ഇവിടെ നോക്കേ, ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ, വളരെ ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആംഗിളിന്റെ വാല്യൂ കൂടുകയാണ്, 135 എത്തി, അല്ലെ? സോ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ഫോർ ഹാർഡർ മെറ്റീരിയൽ ഹെലിക്സ് ആംഗിൾ ഓഫ് ഡ്രിൽ ഈസ് ഡാഷ്. ഫോർ കട്ടിംഗ് ഹാർഡർ മെറ്റീരിയൽ ഹെലിക്സ് ആംഗിൾ ഓഫ് ഡ്രിൽ ഈസ് ഡാഷ്, ലെസ് ദാൻ 45 ഡിഗ്രി, between 45 to 60 degree,
equal to 45 degree, between 60 degree to 90 degree. Helix angle. For harder material, the helix angle of drill is, okay? Yes, option. Okay. Okay, right answer option A, less than 45 degree, less than 45 degree, less than 45 degree. So, helix angle less than 45 degree for suitable for harder and stronger material. So, that's clear. Normally, helix angle maintain normal helix angle twist drill in the helix angle normally 27.5 degree. 27.5 degree standard use. Okay, fine. Sorry. The lip angle of a twist drill. Lip angle of a twist drill. Lip angle drill lip angle lip angle option C 59 degree. Option C 59 degree 118 degree divided by 2 59 degree. So 59 degree lip angle. So this is the point angle, and the pagdiana lip angle 59 degree. 59 degree. So which one of the following set of tools are process are normally employed for making large diameter hole? What are the diameter hole? Use the process tool. Option A, boring tool. Option B, gun drill. Option C, gun drill and boring tool. Option D, boring tool and trepanning. Yes, option D, boring tool and trepanning. Boring tool is trepanning it's a kind of drilling operation on trepanning. Hole circular material remove process trepanning. So option D will be the right answer. The purpose of helical groove. Helical groove. Flute. Helical groove is flute. Helical flute. So the purpose of helical groove in a twist drill. Twist drill na the helical flute alengil helical groove in the function. Purpose is that. Option A improve the stiffness. Correct or no? Yes or no? Onnamata statement yes or no? Correct or no? To improve stiffness. Stiffness കൂട്ടാൻ വേണ്ടിട്ടാണോ? No. അപ്പോൾ അത് wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? രണ്ടാമത് save a tool material. അതും നമുക്കറിയാം, അതും no. Provide space for chip removal. Chip removal ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുക്കുന്നു. അത് കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. സംശയമൊന്നും വേണ്ട. Provide rake angle for cutting edge. നമുക്കറിയാം അവർ കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ലിൽ ആ ഒരു ഹെലിക്സ് അല്ലെങ്കിൽ ഫ്ലൂട്ട് ആണ്. സോ അതും കറക്റ്റ് ആണ്. സോ അത് അവസാനത്തെ രണ്ടും കറക്റ്റ് ആണ്. ഓപ്ഷൻ 3-4. യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഫ്ലൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൂട്ടിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ടു ഫോം കട്ടിംഗ് എഡ്ജ്. ഈ പറയുന്ന ഫ്ലൂട്ട് കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യുന്നു. ആ ചിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാവുന്ന ചിപ്പ് പുറത്തേക്ക് എക്സ്കേപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ചിപ്പിനെ കേൾ ചെയ്ത് പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്ക് ഉള്ളിലേക്ക് നമ്മുടെ ആ കട്ടിംഗ് എഡ്ജിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഫ്ലൂട്ട് ചെയ്യാറുണ്ട്. മറ്റു ചോദ്യം, the factor decides the point angle of drill. Point angle of ഡ്രില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? മെറ്റീരിയൽ ഓഫ് ദ ഡ്രില്ല്, ഡയമീറ്റർ ഓഫ് ദ ഡ്രില്ല്, മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ്, ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ. യെസ്, സംശയം വേണ്ട. മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ്. മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ് ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സംശയം വേണ്ട. ഓപ്ഷൻ സി. മറ്റു ചോദ്യം, സെന്റർ പഞ്ച് ഈസ് അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് സൈസസ് റേഞ്ചിങ് ഫ്രം. സെന്റർ പഞ്ചിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? 8 mm മുതൽ 12 mm, 90 to 150 mm ഡയമീറ്റർ, 12 mm to 20 mm ഡയമീറ്റർ, 4 mm മുതൽ 8 mm ഡയമീറ്റർ. സെന്റർ പഞ്ചിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ഡയമീറ്ററിലാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇൻ ഡയമീറ്റർ. യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. ദാറ്റ് ഈസ് 8 mm to 12 mm ഡയമീറ്റർ കേട്ടോ. ഓപ്ഷൻ എ വിൽ ബി റൈറ്റ് ആൻസർ. 8 mm to 12 mm ഡയമീറ്റർ ആണ്. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സെന്റർ പഞ്ച് അതിന്റെ ഡയമീറ്റർ 8 mm to 12 mm ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഷുഡ് ബി 90 mm to 150 mm. ലെങ്ത് 90-150, ഡയമീറ്റർ 8 to 12 mm ഡയമീറ്റർ. ഓക്കെ, സെന്റർ പഞ്ച് അതുകൂടി നോർത്തിരിക്കാം. മറ്റു ചോദ്യം, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ.
sensitive bench drilling machine are used to produce hole up to 15.5 mm diameter, 14.5 mm diameter, 12.5 mm diameter, 18.5 mm. Yes, option C, 12.5 mm diameter, 12.5 mm diameter. So sensitive drilling machine up to 12.5 mm diameter നമ്മൾ ഇതാണ് നമ്മുടെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സംശയം വേണ്ട. മറ്റു ചോദ്യം, the drilling machine used for large batch production. Option A, radial drilling machine. Option B, pillar type. Option C, upright. Option D, gang drilling machine. Okay, yes, gang drilling machine. Like gang drilling machine. Appo mass production no, large batch production no ഒക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ gang milling machine അല്ല, gang എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെഷീൻ ആണ്. gang എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെഷീൻ ആണ്. മെഷീൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പ് ആണല്ലേ, 1, 2, 3, 4 അങ്ങനെ 4 ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് ആംഗിൾ ഈസ് പ്രിവെന്റിംഗ് ദ കട്ടിംഗ് എഡ്ജ് ഫ്രം റബ്ബിംഗ് ആക്ഷൻ? റബ്ബിംഗ് ആക്ഷനിൽ നിന്നും നമ്മളെ സഹായിക്കുന്നു അല്ലെ, ഇത്തരത്തിൽ പ്രിവെന്റ് ചെയ്യുന്ന, റബ്ബിംഗ് ആക്ഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ആ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ്, യെസ്, സംശയമൊന്നും വേണ്ട, ക്ലിയറൻസ് ആംഗിൾ. ക്ലിയറൻസ് ആംഗിൾ അല്ലെ, നമുക്ക് അറിയാം ക്ലിയറൻസ് ആംഗിൾ ആണ് ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള റബ്ബിംഗ് ആക്ഷൻ കട്ടിംഗ് എഡ്ജിൽ നിന്നും ഒഴിവാക്കുന്നത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, ദ ഡ്രിൽ പോയിന്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്രിൽ പോയിന്റ് ആംഗിൾ ഫോർ ഡ്രില്ലിംഗ് എംഎസ്? എംഎസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഡ്രിൽ പോയിന്റ് ആംഗിൾ എത്രയാണ്? 140, 130, 120, 118. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. The drill point angle, yes, option D തന്നെയാണ്, 118 തന്നെയാണ് the drill point angle for drilling mild steel. സംശയം വേണ്ട, 118 തന്നെയാണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, the angle formed by the flank and a plane at a right angle to the drilling axis. The angle formed by the flank and a plane at a right angle to the drilling axis. Option A, chisel edge angle. Option B, point angle. Option C, helix angle. Option D, lip clearance angle. The angle formed by the flank and plane right angle to the drilling axis. Okay. Lip, option D will be the right answer. Lip clearance angle. Lip clearance angle. So, the angle formed by the flank. Okay. Appathil flank adupole thanne endaanu. So the axis ine right angle aayittu nammal face consider cheyidu. This will be the flank corresponding നമ്മൾ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. 8 to 12 ഡിഗ്രി. 8 to 12 ഡിഗ്രി ആണ് സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. 8 എൻ്റെതല്ല, 8 ഡിഗ്രി 12 ഡിഗ്രി കേട്ടോ. 8 to 12 ഡിഗ്രി. ഓക്കെ, ഫൈൻ. അപ്പൊ സ്റ്റാൻഡേർഡ് വാല്യൂ 8 to 12 ഡിഗ്രി. അപ്പൊ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ 8 to 12 ഡിഗ്രി. ഓക്കെ, സോ ആംഗിൾ ഫോംഡ് ബൈ ദ ഫ്ലാങ്ക് ആൻഡ് ദ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡ്രിൽ ആക്സിസ്. മറ്റു ചോദ്യം, ഹെലിക്സ് ആംഗിൾ ഇൻ ട്വിസ്റ്റ് ഡ്രിൽ ഡിറ്റർമൈൻസ്. Helix angle in twist drill determines. Option A, clearance angle. Option D, point angle. Option C, rake angle. Option D, inclination angle. Helix angle in twist drill determines. Okay, right answer ആണ് rake angle. Rake angle ആണ് നമ്മുടെ ഒരു helix angle തന്നെ അല്ലേ. helix angle നമ്മുടെ ഡ്രില്ലുമായി ബന്ധപ്പെട്ട് rake angle എന്താണ്, helix angle തന്നെയാണ് അല്ലേ rake angle ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. Okay, option C will be the right answer. ലിപ്പ് ആംഗിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ലിപ്പ് ആംഗിൾ 59 ഡിഗ്രി ആണ്, ഓൾറെഡി നമ്മൾ കണ്ടു 59 ഡിഗ്രി ആണ്. സോ മൈൽഡ് സ്റ്റീൽ 118 ഡിഗ്രി. ഓക്കെ, മറ്റു ചോദ്യം, ഫ്രാക്ഷണൽ സൈസ് ഓഫ് ഡ്രിൽ ബിറ്റ് refers to the diameter of drill bit in dash. Fractional size of drill bit refers to the diameter of the drill bit in millimeter, inches, meter, feet. Fractional size of drill bit refers to the diameter of the drill bit in millimeter, inches, meter, feet. Fractional size എന്ന് പറയുന്നത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഓക്കെ, അപ്പൊ അത് ഇഞ്ചസിലായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. അത് ഇഞ്ചസിലായിരിക്കും പറയുന്നുണ്ടാവുക. ശ്രദ്ധിക്കേ, ഡ്രിൽ സൈസുമായി ബന്ധപ്പെട്ട് മെട്രിക് സിസ്റ്റത്തിൽ നമുക്കറിയാം 0.2 to 100 mm ഡയമീറ്റർ അവൈലബിൾ ആണ്. ഡ്രിൽ സിസ്റ്റത്തിനകത്ത് നോക്കി മാനുഫാക്ചറിങ് 3 different dimensions like sizes, number size,
ലെറ്റർ സൈസ്, ഫ്രാക്ഷണൽ സൈസ്. ഫ്രാക്ഷണൽ സൈസ് എന്ന് പറയുമ്പോൾ 1/64 ഇഞ്ച് ടു 5 ഇഞ്ചസ് ആയിരിക്കും അത് അവൈലബിൾ ആയിട്ടിരിക്കുക. സോ അത് ഫ്രാക്ഷണൽ സൈസിൽ 1/64 ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെറ്റർ സൈസിൽ A to Z, നമ്പർ സൈസിൽ 1 to 80 നമ്പറായി 1 to 80 നമ്പറിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ കൊടുപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടേ ഉള്ളൂ. മറ്റു ചോദ്യം, ഓൺ എ കൺവെൻഷണൽ ട്വിസ്റ്റ് ഡ്രിൽ the web thickness is dash of drill diameter. Conventional twist drill, the web thickness is dash of drill diameter. 15 മുതൽ 20%, 20 മുതൽ 25, 10 മുതൽ 15, 5 മുതൽ 20. കൺവെൻഷണൽ ട്വിസ്റ്റ് ഡ്രില്ലിനകത്ത് ഈ വെബ് തിക്നെസ് ഉണ്ടാവുമല്ലോ, വെബ് തിക്നെസ്. സോ വെബ് തിക്നെസ് എത്ര ശതമാനമാണ്, ഡ്രിൽ ഡയമീറ്ററിന്റെ എത്ര ശതമാനമാണ്? ഓക്കെ, അപ്പൊ അത് ഓർത്തിയാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അത് 15 മുതൽ 20%. 15 മുതൽ 20% ഓർത്തിരുന്നാൽ മതി. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, ദ കൺവെൻഷണൽ ട്വിസ്റ്റ് ഡ്രിൽ ദ വെബ് തിക്നെസ് ഈസ് 15 to 20% ഓഫ് ഡ്രിൽ ഡയമീറ്റർ, അല്ലെ? 15 to 20% ഓഫ് ഡ്രിൽ ഡയമീറ്റർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൺ വൈഡ് വെബ് ഡ്രിൽ, വളരെ വൈഡ് ആയിട്ടുള്ള വെബ് ഡ്രിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ the web increases to 30 to 40% of diameter. അല്ലെ? അത്തരത്തിൽ നോർമൽ കേസിൽ 15 to 20 ആണ്. സോ വൈഡർ വെബ് ഡ്രിൽ അവൈലബിൾ ആണ്. സോ അതിലേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 മുതൽ 40% ഡയമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതല്ല എങ്കിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ 1ഉം 2ഉം മൊഡ്യൂളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടോപ്പിക്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടെന്ന് കരുതുന്നു. ക്ലിയർ ആയിരുന്നു? ഓക്കെ ആയിരുന്നു? എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്? അല്ലെങ്കിൽ നമ്മുടെ 1ഉം 2ഉം മൊഡ്യൂളുകൾ പൊതുവെ നോക്കുന്ന സമയത്ത് എളുപ്പമല്ലേ? അല്ലെങ്കിൽ നമുക്കത് ടോട്ടൽ മാർക്സ് നമുക്ക് കിട്ടില്ലേ? ഓക്കെ, ഫൈൻ.